ദൈവത്തിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. കഴിഞ്ഞൊരാഴ്ച മുഴുവൻ അങ്ങ് ഞങ്ങളെ പരിപാലിച്ചതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, പുതിയ ആഴ്ചയുടെ 1-ാം ദിവസം സഭയാം കുടുംബങ്ങളായ ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഇന്ന് രാവിലെയും അങ്ങയുടെ നാമത്തിന് തക്ക മഹത്വം കരേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ശുശ്രൂഷകളെ ആദ്യോടൊന്നും അങ്ങയുടെ ആത്മാവിനെ നിയന്ത്രിക്കണമേ. അങ്ങയുടെ വചനത്തിലൂടെ അങ്ങയുടെ ദാസന്മാരിലൂടെ ഞങ്ങൾ ഇടപെടണമാറാകണമേ. കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് കൂട്ടിവരുത്തണമേ. ഒരുമിച്ച് ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സർവോപരി ഞങ്ങളുടെ നാമം മാത്രം ഇവിടെ ഉയർന്നിരിക്കട്ടെ. കർത്താവേ, മഹത്വത്തിൻ്റെ രാജാവേ, ഞങ്ങളുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് പരിശുദ്ധനെന്നോർത്ത് അങ്ങയുടെ നാമത്തിന് തക്ക മഹത്വം കരയേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഏകാഗ്രതയോടെ തിരുസന്നിധിയിൽ ആലിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങയുടെ പുത്രനെ ഞങ്ങളോട് മഹത്വപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ, ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ വന്ദനത്തെ പറയുന്നു. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വന്ദനത്തെ പറയുന്നു. ഈ പുതിയൊരാഴ്ച കാണുവാൻ കർത്താവ് നമ്മെ അനുവദിക്കുന്നല്ലോ. ഇന്ന് രാവിലെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നാം കടന്നു വന്നതിൻ്റെ ഉദ്ദേശം ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക, അവൻ്റെ നാമത്തെ ഉയർത്തുക. അതല്ലാതെ ഒരു ഉദ്ദേശവും നമുക്കില്ല. ഇന്ന് രാവിലെയും അത് പൂർത്തീകരിച്ച് മടങ്ങിപ്പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം വായിച്ചു കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. 93-ാം സങ്കീർത്തനം. അത് ചെറിയൊരു സങ്കീർത്തനമാണ്, 5 വാക്യം മാത്രമേ ഉള്ളൂ. ഒരുമിച്ച് വായിക്കാം. ഹല്ലേലൂയ. Psalm number 93. Let's read it together. Psalm number 93, 93-ാം സങ്കീർത്തനം. ഒരുമിച്ച് വായിക്കാം. യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. യഹോവ ബലം ധരിച്ച് അരയ്ക്ക് കെട്ടിയിരിക്കുന്നു. ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു. നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു. നിന്നെ അനാദിയായുള്ളവൻ തന്നെ. യഹോവേ, പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു. സമുദ്രത്തിലെ വൻ തിരകളായ പെരുവെള്ളത്തെക്കാൾ മുഴക്കത്തെക്കാളും ഉയരത്തിൽ യഹോവ മഹിമയുള്ളവൻ. നിന്റെ സാക്ഷ്യങ്ങൾ എത്രയും നിശ്ചയമുള്ളവ. യഹോവേ, വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ പരിശുദ്ധനായ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. അവിടത്തെക്കുറിച്ച് പറയുന്നത് അവൻ വാഴുന്നു. ദ ലോർഡ് റെയിൻസ്. മൈ ലോർഡ് റെയിൻസ്. അവനാണ് വാഴുന്നത്. അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. അവൻ ബലം ധരിച്ച് അരയ്ക്ക് കെട്ടിയിരിക്കുന്നു. അവൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. ആ സാന്നിധ്യത്തിൽ കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാം. ആമേൻ. ഗാനങ്ങൾ പാടുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചിന്ത ഇതാണ്: അവൻ പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. അവൻ പരിശുദ്ധൻ, പരിശുദ്ധൻ. ആ ചിന്തയോടുകൂടെ, കാരണം അവൻ മഹിമ ധരിച്ച ദൈവമാണ്, പരിശുദ്ധനായ ദൈവമാണ്. ഇന്ന് രാവിലെ കർത്താവിനെ ആ ഭക്തിയോടെ അവൻ ആരാണെന്ന് അറിഞ്ഞ് അവൻ്റെ നാമത്തെ ഉയർത്താൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗാനങ്ങൾ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവം പരിശുദ്ധൻ, 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 ദൈവം പരിശുദ്ധൻ. സ്തോത്രം, സ്തോത്രമേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകലതാം പാടുന്നു ദൈവം പരിശുദ്ധൻ. സ്തോത്രം, സ്തോത്രമേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകലതാം പാടുന്നു
പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. പാപഭാരം ചുമന്നതാം ദൈവത്തിൻ കുഞ്ഞാടു നീ, സകലനാം പാടുന്നു ദൈവം പരിശുദ്ധൻ. ഓ പാപഭാരം ചുമന്നതാം ദൈവത്തിൻ കുഞ്ഞാടു നീ, സകലനാം പാടുന്നു ദൈവം പരിശുദ്ധൻ. ഓ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഓ ദൈവം. ഹല്ലേലൂയ. You are holy Lord. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്ഥലത്തുള്ള ഞങ്ങൾ യോഗ്യരല്ല. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഹല്ലേലൂയ. We praise you, Lord. ദൈവം പരിശുദ്ധൻ, ദൂതരും സർവ സൃഷ്ടികളും വാഴ്ത്തുമേക ദൈവമേ, സകലനാം പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൂതരും സർവ സൃഷ്ടികളും വാഴ്ത്തുമേക ദൈവമേ, സകലനാം പാടുന്നു ദൈവം പരിശുദ്ധൻ, ദൈവം. ഹല്ലേലൂയ. We praise you, Lord. We praise you, Lord. We praise you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഓ ദൈവം. എല്ലാവരും ചേർന്ന് കർത്താവിനോട് പറയാം, കർത്താവേ അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ. Hallelujah. We praise you, Lord. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഓ ദൈവം പരിശുദ്ധൻ, ദൈവം. ഹല്ലേലൂയ. സ്വർഗ്ഗം പോലും അവന്റെ കണ്ണിന് മുമ്പിൽ പൂർണ്ണതയുള്ളതല്ല. ആ ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. അവനോട് പറയാം, കർത്താവേ അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ. You are holy, you are holy, you are holy. Hallelujah, 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 hallelujah. We praise you, Lord. We thank you, Lord. അങ്ങ് കടന്നു വന്നതിനായി സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യമുള്ളതിനായി നന്ദി പറയുന്നു. Hallelujah, 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 hallelujah. Praise you, praise you, praise you, praise you. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. അവന്റെ മുമ്പിൽ നാം പ്രശസ്തരായി ആരാധനയായി നമ്മെ സമർപ്പിച്ചിട്ട് പറയാം, കർത്താവേ അങ്ങ് പരിശുദ്ധനാണ്, അങ്ങ് പരിശുദ്ധനാണ്, അങ്ങ് പരിശുദ്ധനാണ്. Hallelujah. Thank you, Lord. Thank you, Lord. Hallelujah. അവരെ നമുക്ക് വാഴ്ത്താം, അവരുടെ നാമത്തെ നമുക്ക് ഉയർത്താം, അവന് മുമ്പിൽ കുമ്പിടാം. അവനോട് പറയാം, ഞങ്ങൾ വാഴ്ത്തുന്നു അങ്ങേ, ഞങ്ങൾ വാഴ്ത്തുന്നു. മാട്ടിൻ തൊഴുത്തിൽ പിറന്നവനെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. മനുഷ്യജന്മം എടുത്തവരെ
ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. വേഷത്തിൽ മനുഷ്യനായവനെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നു. ഹൃദയത്തിൽ കർത്താവിനോടുള്ള സ്നേഹമാണെങ്കിൽ നിരാഭ അവനോട് പറയാം, we praise you, we praise you. ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ഒരു ഗാനം കൂടെ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. വാഴ്ത്തിടുന്നു 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 ഞാൻ, വാഴ്ത്തിടുന്നു 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 ഞാൻ, എൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ, എൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. പാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതരേ, പാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതരേ, ഹീനവേഷമെടുത്ത് അങ്ങേ വാഴ്ത്തിടുന്നു ഞാൻ, ഹീനവേഷമെടുത്ത് നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോരേ, വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോരേ, മനുഷ്യജന്മം എടുത്ത് അങ്ങേ വാഴ്ത്തിടുന്നു ഞാൻ, മനുഷ്യജന്മം എടുത്ത് അങ്ങേ വാഴ്ത്തിടുന്നു ഞാൻ. പാതകർക്കായി നീതി വഴി ബോധി തന്നോരേ, പാതകർക്കായി നീതി വഴി ബോധി തന്നോരേ, പാരിടത്തിൽ നിന്നെ ഓർത്തു വാഴ്ത്തിടുന്നു ഞാൻ, പാരിടത്തിൽ നിന്നെ ഓർത്തു വാഴ്ത്തിടുന്നു ഞാൻ. ഓ ഗദസമനെ ശിഷ്യരുമായി പ്രാർത്ഥിച്ചവനേ, ഗദസമനെ ശിഷ്യരുമായി പ്രാർത്ഥിച്ചവനേ, രക്തവും വിയർത്തവനെ വാഴ്ത്തിടുന്നു ഞാൻ, രക്തവും വിയർത്തവനെ വാഴ്ത്തിടുന്നു ഞാൻ. ഓ കുരിശെടുത്തു മലമുകളിൽ നടന്നു പോയോരേ, കുരിശെടുത്തു മലമുകളിൽ നടന്നു പോയോരേ, പാദം രണ്ടും ചുംബിച്ചപ്പോൾ വാഴ്ത്തിടുന്നു ഞാൻ, പാദം രണ്ടും ചുംബിച്ചപ്പോൾ വാഴ്ത്തിടുന്നു ഞാൻ. കുരിശിലിരും പാണികളാൽ തറയ്ക്കപ്പെട്ടോരേ, കുരിശിലിരും പാണികളാൽ തറയ്ക്കപ്പെട്ടോരേ, ഏഴുമൊഴി ചൊന്നവനെ വാഴ്ത്തിടുന്നു ഞാൻ, ഏഴുമൊഴി ചൊന്നവനെ വാഴ്ത്തിടുന്നു ഞാൻ. കുരിശിലേറി മരിച്ചുയർത്തു സ്വർഗ്ഗം പോയോരേ, കുരിശിലേറി മരിച്ചുയർത്തു സ്വർഗ്ഗം പോയോരേ, നിത്യം ജീവിക്കുന്നവനെ വാഴ്ത്തിടുന്നു ഞാൻ, നിത്യം ജീവിക്കുന്നവനെ വാഴ്ത്തിടുന്നു ഞാൻ. ദൂതരുമായി മേഘവാഹനെ വരുന്നവരെ, ദൂതരുമായി ഹല്ലേലൂയ, we praise you Lord. വേഗം നിന്നെ കാൺമതിനായി കാത്തിടുന്നു ഞാൻ, വേഗം നിന്നെ കാൺമതിനായി കാത്തിടുന്നു ഞാൻ. എന്നുമേഘെ വന്നു കാണും രക്ഷകനെ ഞാൻ, എന്നുമേഘെ വന്നു കാണും രക്ഷകനെ ഞാൻ. നോക്കി നോക്കി കാത്തിടുന്നേ നിൻ വരവിനായി, നോക്കി നോക്കി കാത്തിടുന്നേ നിൻ വരവിനായി. നിൻ വരവിൽ മുന്നണിയായി നിന്നിടുമേ ഞാൻ, നിൻ വരവിൽ മുന്നണിയായി നിന്നിടുമേ ഞാൻ. വാഴ്ത്തി വാഴ്ത്തി നിന്നിടുമേ നിൻ വരവിൽ ഞാൻ, വാഴ്ത്തി വാഴ്ത്തി നിന്നിടുമേ നിൻ വരവിൽ ഞാൻ. വാഴ്ത്തിടുന്നു 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 ഹല്ലേലൂയ, വാഴ്ത്തിടുന്നു 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 ഞാൻ. എൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ, എൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു. നമുക്ക് സ്തുതിക്കാം, അവരുടെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമുക്ക് വേണ്ടി മനുഷ്യനായവനെ, നമുക്ക് വേണ്ടി വേഷത്തിൽ മനുഷ്യനായവനെ, നമുക്ക് വേണ്ടി മനുഷ്യ ജന്മമെടുത്തവനെ, നമുക്ക് വേണ്ടി കുരിശിൽ ഇരുമ്പാടികളാൽ തറയ്ക്കപ്പെട്ടവനെ,
നമുക്ക് വേണ്ടി രക്തവും വിയർപ്പ് തുള്ളികളായി വെളിയിൽ വന്നവനെ, നമുക്ക് വേണ്ടി ജീവൻ നൽകിയവനെ, പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ആമേൻ നടത്തുന്നവരെ, അവനെ നമുക്ക് വാഴ്ത്താം, അവനെ നമുക്ക് വാഴ്ത്താം, അവന്റെ നാമത്തെ നമുക്ക് ഉയർത്താം. Hallelujah, we love you Lord, we love you Lord, we worship you Lord, we praise you Lord. Hallelujah, hallelujah, hallelujah. Thank you Lord, 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 thank you Lord. We worship you, we worship you, we worship you. Hallelujah. Thank you Lord, thank you Lord. Hallelujah. Praise you, praise you, praise you, praise you, praise you. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ തുടർന്നുള്ള ശുശ്രൂഷ അനുഗ്രഹത്തിന് വേണ്ടി സാമിച്ചാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം, സ്തോത്രം. Thank you Lord, hallelujah. Yes Lord, yes Lord, yes Lord. Hallelujah. സഹായിക്കണമേ. ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് നന്ദി പറയാം. ഹല്ലേലൂയ. എല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിലിരിക്കാം. തുടർന്ന് പ്രിയ കുഞ്ഞുങ്ങൾ മുന്നോട്ട് കടന്നു വന്ന് അവർക്ക് അവർ റിസൈറ്റ് ചെയ്ത മെമ്മറൈസ് ചെയ്ത വാക്യങ്ങൾ പറയുന്നത്. Romans 15:4, for whatever was written before was written for our learning, that we through the patience and comfort of the scriptures might have hope. 2 Timothy 2 verse 15. Be diligent to present yourself approved to God, a worker who is not ashamed, rightly dividing the word of truth. Psalms 119 verses 5 and 6. Oh, that my ways be steadfast in keeping your statutes, then I shall not be put to shame, having my eyes fixed on all your commandments. Romans 15 verse 4. For whatever things were written before were written for our learning, that we through patience and comfort of the scriptures might have hope. God is our refuge and strength, always ready to help in times of troubles. For whatever things were written before were written for our learning, that we through the patience and comfort of the scripture might have hope. Hebrews 12 verse 1. Therefore, since we are surrounded by such a great cloud of witnesses, let us throw off everything that hinders and
the sin that so easily entangles, and let us run with perseverance the race marked out for us. Whoever dwells in the shelter of the Most High will rest in the shadow of the Almighty. I will save the Lord, He is my refuge and my strength, my God in whom I trust. Psalms 91, verse 1 and 2. Philippians 2, verse 16. Holding fast the word of life, for on the day of Christ I have something to glory, because I did not run in vain or toil in vain. Have you not heard, have you not seen, the everlasting God, the Lord, the creator of the ends of the earth, neither wearies nor faints. His understanding is unsearchable. He gives power to those who are weak, and those who have no might he increases strength. Isaiah 40, verse 20 and 29. Amen. സ്തോത്രം. Hebrews 12, verse 1. Therefore, since we are surrounded by a great cloud, since we are surrounded by such a great cloud of witnesses, let us throw off everything that hinders and the sin that so easily entangles, and let us run with perseverance the race marked out for us. Amen. Fear not, I am with you. Amen. നമുക്ക് കണ്ണടയ്ക്കാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. ഈ തലമുറയുടെ മധ്യത്തിൽ കർത്താവിൻ്റെ സാക്ഷികളായി അവർ തീരേണ്ടതിന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പഠിക്കുവാൻ, ഹൃദ്യസ്ഥമാക്കുവാൻ കർത്താവർക്ക് ഭാഗ്യം കൊടുത്തെങ്കിൽ അതിന് പ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുവാനും ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി മാറുവാനും അവരുടെ ജീവിതം കൊണ്ട് ദൈവസഭയ്ക്കും ദൈവനാമത്തിനും ചുറ്റുപാടുകൾക്കും അവർ അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് അവർക്ക് വേണ്ടി സഭയായി ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ഷെറിൻ വിൽസൺ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. താങ്ക് യു ലോർഡ്, 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 താങ്ക് യു ലോർഡ്. Hallelujah. Hallelujah. Yes, Lord. Hallelujah. Stotram, 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 stotram. Hallelujah. 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 Yes, Lord. Yes, Lord. Yes, Lord. Amen, 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 amen. Hallelujah, hallelujah, hallelujah. Yes, Lord. Stotram, 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 stotram. Stotram, 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 stotram. Hallelujah, hallelujah, hallelujah. Yes, Lord. Stotram, 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 stotram. Stotram. Yes, Lord. Yes, Lord. Hallelujah. Amen, amen, amen. Jason, അതിൻ്റെ ബാറ്ററി. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഒരു ഞായർ പകലൂടെ കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ചില ആഴ്ചകൾക്ക് ശേഷം പ്രിയ പാപ്പച്ചൻ പാസ്റ്റർക്ക് സുഖത്തോടും സൗഖ്യത്തോടും ആരോഗ്യത്തോടും കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ കുടുംബമായിട്ട് അവരെ കർത്താവ് സഹായിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും പ്രാർത്ഥിച്ചതുപോലെ പ്രിയ പ്രിൻസിയുടെ സർജറി സക്സസ്ഫുള്ളായി നടക്കുവാനും മടങ്ങി ഭവനത്തിൽ കടന്നു വരുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു. നമുക്ക് തുടർന്നും ആ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ജേക്കബിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നല്ലോ. പ്രിൻസിയുടെ സഹോദരിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഭവനങ്ങളിൽ അത്ഭുതം ചെയ്യേണ്ടതിന് വേണ്ടി നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. ചില മാസങ്ങൾക്ക് ശേഷം വീണ്ടും പ്രിയ ജോളി ആൻറ്റി മടങ്ങി നമ്മളോടൊപ്പം നാട്ടിൽ നിന്ന് കടന്നു വന്ന് നമുക്ക് ഒരുമിച്ച് ഇപ്രകാരമായിരിക്കാൻ കർത്താവ് സഹായിക്കുന്നല്ലോ. കർത്താവിൻ്റെ ദാസി ആയിരുന്ന സ്ഥാനത്ത് കർത്താവ് പരിപാലിച്ചു. ശാരീരികമായ ആവശ്യമായ ബലം എനിക്ക് തോന്നുന്നു ഇവിടത്തേക്കാൾ ആരോഗ്യത്തോടെ നാട്ടിലായിരുന്നെന്ന് തോന്നുന്നു.
അപ്പോൾ അധികം ഉന്മേഷത്തോടും ആരോഗ്യത്തോടും മടങ്ങി വരുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് ഞാനും കർത്താവിനെ സ്തുതിക്കുന്നു. വെൽക്കം ബാക്ക്. അപ്രകാരം തന്നെ നമ്മുടെ പ്രിയ രാജുവങ്ങളും രാജമ്മയാൻ്റെയും ഔട്ട് ഓഫ് ടൗൺ ആണ്. പുതുമുഖങ്ങളായി ആരും ഇല്ല എന്ന് കരുതുന്നു. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സാക്ഷ്യം പറയാനുള്ള അവസരം മറ്റ് പ്രിയപ്പെട്ടവർ സൂമിലായിരിക്കുന്നു. കർത്താവ് എല്ലാവരെ സഹായിക്കട്ടെ. ഇറ്റ്സ് എ മിറക്കിൾ. പറയാൻ കാര്യം, ഞാൻ ഈ ദൈവവചനം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഇത് ഇന്നുകൊണ്ട് അത് തീർക്കാൻ പറ്റത്തില്ല എന്ന്. ബട്ട് ഇനഫ് ടൈം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ കർത്താവോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. കർത്താവ് ഇത് പറയാനുള്ള കൃപയും സമയവും അങ്ങ് തരണമേ എന്ന്. സോ ഇഫ് ഗോഡ് വിൽസ്, ക്ലോക്ക് വിൽസ് ആൻഡ് ജെയ്സൺ വിൽസ്, ഈ ദൈവവചനം നിങ്ങളോട് സംസാരിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നു. ആധാരമായി കൊരിന്ത്യർക്കുള്ള 2-ാം ലേഖനം 4-ാം അധ്യായമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അതിൻ്റെ 7-ാം വാക്യം കുറിവാക്യമായി ഞാൻ വായിക്കുന്നു. 2 Corinthians chapter 4 verse 7. ഞാനത് വായിക്കാം. ബാക്കിയുള്ള വാക്യങ്ങൾ പ്ലീസ് വായിച്ച് സഹായിക്കണം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ അത്രേ ആകുന്നു ഉള്ളത്. മോനെ, but we have this treasure in earthen vessels, so that the surpassing greatness of power will be of God and not from ourselves. സുവിശേഷം മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്ന നിധിയാണ്. ഈ അത്യന്ത ശക്തി എന്നിവിടെ പറയുന്നത് സുവിശേഷത്തെക്കുറിച്ചാണ്. ഈ തിരുവെഴുത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ 1-2 വാക്യങ്ങളിൽ പൗലോസ് തന്നെ പറയുന്നത് താൻ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകനാണ് എന്ന നിലയിലാണ്. പൗലോസ് ഞാൻ ഈ പറയുമ്പോൾ പ്ലീസ് ആ വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ എത്തിയിരിക്കണം. അതായത് നമ്മൾ ധ്യാനിക്കുന്ന, അല്ലാതെ മത്തായി മുതൽ അങ്ങ് വായിച്ചു തുടങ്ങല്ല, അന്നേരം നമ്മൾ ഈ വായിക്കുന്ന ടെക്സ്റ്റിലേക്ക് നമ്മുടെ ശ്രദ്ധ എത്തിയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇവിടെ ദൈവവചനം സംസാരിക്കുന്ന ദൈവദാസന്മാരുടെ ഒരേ ഒരു ലക്ഷ്യം നിങ്ങൾ ആത്മീയമായി വളരണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പോക്കറ്റ് ഞാൻ നോക്കാറില്ല, നോക്കത്തുമില്ല. മറ്റൊരു ലക്ഷ്യവും എനിക്ക് വ്യക്തിപരമായിട്ടില്ല. ഏക ലക്ഷ്യം പൗലോസ് പറയുന്നത് പോലെ കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ തന്നതുകൊണ്ട് ലജ്ജാകരമായ കാര്യങ്ങളെ ത്യജിച്ച് ഉപായങ്ങളെ പ്രയോഗിക്കാതെ ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെ നിങ്ങളുടെ മുമ്പിൽ ഉള്ളതുപോലെ വചനം പറയുമ്പോൾ അത് ഏറ്റെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് വേസ്റ്റാണ് ഈ ടൈം. 1 മണിക്കൂർ വേസ്റ്റാക്കുക നിങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ. ഇന്നലെ നമ്മളെ ഒരുമിച്ച് ധ്യാനിച്ചല്ലോ ദൈവത്തിൻ്റെ പരമാധികാരം, ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സിൽ ദൈവം എങ്ങനെയാണ് പരമാധികാരി, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ, ദൈവത്തിൻ്റെ കരുണയിൽ, ദൈവത്തിൻ്റെ കൃപയിൽ, ദൈവത്തിൻ്റെ പവർ, സ്ട്രെങ്ത്തിൽ. ഇതൊക്കെ നമ്മൾ ധ്യാനിച്ചപ്പോൾ എനിക്കറിയാം പലർക്കും സംശയം വരും. അങ്ങനെ സംശയം വന്ന ഒരാൾ എന്നോട് സംസാരിച്ചു, അപ്പോൾ ദൈവം എല്ലാവരും സ്നേഹിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു, ദൈവം വെറുക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം സ്നേഹിക്കുന്നു എന്നാണ് അർത്ഥം. ചിലരെ ദൈവം വെറുക്കുന്നു എന്ന് വചനത്തിൽ എഴുതി വെച്ചേക്കുക. ഇത് ഞാൻ എഴുതിയതല്ല, ഇത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല, ഇത് ഉള്ളതുപോലെ വായിച്ച് കേൾപ്പിച്ച്. അങ്ങനെ ചോദിക്കണം. അങ്ങനെ വേണം നമ്മൾ പഠിച്ച് വേണം നമ്മൾ വിശ്വാസത്തിൽ എന്ത് ചെയ്യണം, വളരണം. അതുപോലെ എല്ലാവരും ദൈവമക്കളെന്നല്ല ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ വ്യക്തിയോട് ഞാൻ പറയണ്ടായി, എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. തൻ്റെ സൃഷ്ടിയോട് അവൻ കരുണ തോന്നുന്നുമുണ്ട്. പക്ഷേ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് ദൈവമക്കളാകാനുള്ള അവകാശം കൊടുത്തിരിക്കുന്നത്. ഭാഗ്യവശാൽ നമ്മൾ ആ ഗ്രൂപ്പിലായി. അതാണ് ഇന്നലെ നമ്മൾ ധ്യാനിച്ചപ്പോൾ അതിലൂടെ എനിക്കതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇവിടെ കേൾക്കുന്ന വചനങ്ങൾ ഇവിടെയുള്ള ദൈവമക്കളുടെ ആത്മീക വളർച്ചയ്ക്കുള്ളതാണ്. നമ്മളൊരു
3 കോഴ്സ് മീലോ 4 കോഴ്സ് മീലോ എത്ര കോഴ്സ് ആയിക്കോട്ടെ, അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ആപ്പറ്റൈസർ. കല്യാണത്തിനൊക്കെ കൂടിയിട്ടുള്ളവരല്ലേ, കല്യാണം നടത്തിയിട്ടുള്ളവരല്ലേ, അപ്പോൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? ആപ്പറ്റൈസർ. അത് കഴിഞ്ഞിട്ട് എന്തോ അതുകൊണ്ട് അങ്ങ് തിരിച്ചു പോവുമോ നമ്മൾ? ഇല്ല. അതിനകത്ത് കയറുമ്പോൾ എന്താ പിന്നെ ഉള്ളത്? സാലഡ് ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ടോ മെയിൻ കോഴ്സ്. അതാണ് ഈ തിരുവെഴുത്തിൻ്റെ ശുശ്രൂഷ. ബാക്കിയുള്ളത് ഇതിനകത്തുള്ളതാ. ആപ്പറ്റൈസർ ഉണ്ട്, സാലഡ് ഉണ്ട്, മെയിൻ കോഴ്സ് ഉണ്ട്, ഡെസേർട്ട് ഉണ്ട്. ഡെസേർട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, മെയിൻ കോഴ്സ് മിസ് ചെയ്യല്ല. ഞാനതായി പറഞ്ഞു വരുന്നത്. മെയിൻ കോഴ്സിൻ്റെ സമയത്ത് ഡെസേർട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്, ചീസ് കേക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. ഐ ആം സീരിയസ്. ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഉറ്റുനോക്കണം. യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞേക്കുന്നത് തിരുവെഴുത്തിലേക്ക് ഉറ്റുനോക്കണം. അപ്പോൾ ആരെ കാണാം? ക്രിസ്തുവിനെ കാണാം. ക്രിസ്തുവിനെ കാണാതെ ഇവിടെ 1.5 മണിക്കൂർ ഇരുന്നുകൊണ്ട് എന്ത് കാര്യം? പാസ്റ്ററെ കണ്ടു, ഇഷ്ടമുള്ള സഹോദരങ്ങളെ കണ്ടു, തമാശയൊക്കെ പറഞ്ഞ് നമ്മൾ മടങ്ങിപ്പോയി, ക്രിസ്തുവിനെ കാണാൻ വിട്ടുപോയി. ക്രിസ്തു തിരുവെഴുത്തിലാണ് പ്രിയമുള്ളവരെ, അല്ലാതെ ഇവിടെ ഒരു പിക്ചർ ഇല്ല. കർത്താവിൻ്റെ പിക്ചർ ഇല്ല ഇവിടെ. ക്രിസ്തുവിനെ കാണണമെങ്കിൽ തിരുവെഴുത്തിലേക്ക് ശ്രദ്ധിക്കണം. പൗലോസിൻ്റെ വേദനയും എഫർട്ടും എല്ലാം അതുതന്നെയായിരുന്നു. അപ്പം അതുകൊണ്ട് പറഞ്ഞു വരുന്നത് 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ പൗലോസ് പുതിയ നിയമ ശുശ്രൂഷയെ പറ്റിയാണ് പറയുന്നത്. ഈ 3-ാം അധ്യായത്തിലേക്ക് തിരിയുമ്പോൾ കൊരിന്ത്യർക്കുള്ള 2-ാം അധ്യായം 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ മുഴുവനും വാട്ട് ഈസ് ദ ന്യൂ ടെസ്റ്റ്മെന്റ് മിനിസ്ട്രി, പുതിയ നിയമത്തിൽ ആയിരിക്കുന്ന നമുക്ക് ആവശ്യമായ മിനിസ്ട്രി എന്താണ് പുതിയ നിയമ ശുശ്രൂഷ, അതിനെക്കുറിച്ച് 3:6 പറഞ്ഞിരിക്കുന്നത് അത് ഓക്കെ അക്ഷരത്തിൻ്റെ ശുശ്രൂഷയല്ല, അത് ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. ഇത് ഒരുപാട് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു വാക്യമാണ്. അക്ഷരത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വളരെ അക്ഷരം എന്ന് പറയുന്നത് തിരുവെഴുത്താണ്, തിരുവെഴുത്തിൻ്റെ ശുശ്രൂഷയല്ല. നോ, തിരുവെഴുത്തിനെ കുറിച്ചല്ല അവിടെ പറയുന്നത്, ന്യായപ്രമാണത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അക്ഷരത്തിൻ്റെ ശുശ്രൂഷയല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. എന്താണ് ഈ അക്ഷരത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്? പഴയ നിയമ ന്യായപ്രമാണം, ദ ലോ, ദ ഓൾഡ് കവനന്റ് എന്ന് പറഞ്ഞാൽ റോമാലേഖനം 3:20 ന്യായപ്രമാണം കൊടുത്തപ്പോൾ ഒരിക്കലും മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി അല്ല കൊടുത്തത്, മനുഷ്യന് ജീവൻ കൊടുക്കാൻ വേണ്ടി അല്ല ദൈവം ന്യായപ്രമാണം കൊടുത്തത്. Instead, God gave the law so that the people who read the law will have the knowledge of their own sin. റോമാലേഖനം 3:20 പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അത്രേ വരുന്നത്, അതിൽ കൂടുതൽ ഒന്നും വരത്തില്ല. നോളജ് ഓഫ് സിൻ, അത് വരുത്താൻ വേണ്ടിയാണ് പ്രമാണം കൊടുത്തത്. അപ്പോൾ ഗലാത്യ ലേഖനത്തിൽ എഴുതിയേക്കുന്നത് എന്താ? ഗലാത്യർ 3:10 എഴുതിയേക്കുന്നത് ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒക്കെയും ചെയ്യുവാൻ അതിൽ നിലനിൽക്കാഞ്ഞാൽ എല്ലാവരും ശപിക്കപ്പെട്ടവൻ. ആരെങ്കിലും ന്യായപ്രമാണം പൂർത്തീകരിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരാൾ ഒഴികെ, കർത്താവ് ഒഴികെ. അത് നമുക്ക് വേണ്ടി അവൻ പൂർത്തീകരിച്ചത്. അപ്പോൾ ബാക്കി എല്ലാവരും വചനപ്രകാരം പ്രമാണപ്രകാരം എന്താ? ശപിക്കപ്പെട്ടവർ, പാപികൾ, ശപിക്കപ്പെട്ടവർ. ഹല്ലേലൂയ. റോമാലേഖനം 6:23 ദൈവത്തിൻ്റെ പ്രമാണം പറയുന്നു, the wages of sin is death. അങ്ങനെ നോക്കുമ്പോൾ അക്ഷരം കൊല്ലുന്നു. The law kills. The law kills. പ്രമാണം എന്ത് ചെയ്യാണ്? ഒരു മനുഷ്യനെ കണ്ടം ചെയ്യുകയാണ്, വിധിക്കുകയാണ്. അവനെ പാപി എന്ന് മുദ്ര കുത്തി അവനോട് പറയുക, നിന്റെ അന്ത്യം മരണമാ, നിത്യമരണം. അക്ഷരം കൊല്ലുന്നു. അതല്ല പുതിയ നിയമ ശുശ്രൂഷ. ഇത് ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. ആത്മാവോ ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആത്മാവിൻ്റെ ശുശ്രൂഷ പറയുമ്പോൾ പഴയ നിയമത്തിൽ ന്യായപ്രമാണം ഒരുവന് പാപത്തിൻ്റെ ബോധ്യം വരുത്തുമ്പോൾ, അണ്ടർ ദ ന്യൂ കവനന്റ്
ന്യൂ കവനന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെസ്സേജ് എന്താണെന്ന് അറിയാമോ? സുവിശേഷം. പുതിയ നിയമത്തിൻ്റെ മെസ്സേജ്, ദ ന്യൂ കവനന്റ്, പുതിയ ഉടമ്പടിയുടെ മെസ്സേജ് എന്ന് പറയുന്നത് സുവിശേഷമാണ്. അതാണ് ഈ വചനം വായിക്കുമ്പോൾ 3-ാം അധ്യായം 4-ാം അധ്യായം ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാകും പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയുടെ മെസ്സേജ് എന്ന് പറയുന്നത് ഗോസ്പലാണ്. ഈ ഗോസ്പൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് തെറ്റിപ്പോകുന്നത്. സുവിശേഷം പങ്കുവയ്ക്കുമ്പോൾ അതെങ്ങനെയാണ് ആത്മാവിൻ്റെ ശുശ്രൂഷയായി മാറുന്നത്? അവിടെ പറയുന്ന 3-ാം അധ്യായത്തിൽ ആത്മാവ് ജീവൻ നൽകുന്നു, അക്ഷരം കൊല്ലുന്നു. എങ്ങനെയാണ് ആത്മാവ് ജീവൻ തരുന്നത്? പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണേ, സുവിശേഷം പങ്കുവയ്ക്കുമ്പോൾ, വചനം ശുശ്രൂഷിക്കപ്പെടുമ്പോൾ ആത്മാവിൻ്റെ സഹായത്താൽ ആ വ്യക്തിയുടെ ഉള്ളിൽ രൂപാന്തരം വരും. അതവനെ ജീവനിലേക്ക് നയിക്കും. അങ്ങനെ ആത്മാവ് ജീവിപ്പിക്കുന്നു. സ്പിരിറ്റ് ഗിവ്സ് ലൈഫ് ആൻഡ് ദ വേർഡ്, ദ ലെറ്റർ കിൽസ്, ദ ലോ കിൽസ്. നിയമം എന്ത് ചെയ്യുക? പ്രമാണം എന്ത് ചെയ്യുക? മനുഷ്യനെ കൊല്ലുന്നു, അല്ലെങ്കിൽ കൊല്ലാനായി ഡിക്രി ചെയ്തിരിക്കുക. ദൈവം ആജ്ഞ പുറപ്പെടുവിച്ചിരിക്കുക, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. എന്നാൽ ആത്മാവോ? പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ അതല്ല. കേൾക്കുന്ന വചനം വിശ്വസിക്കുമാറ് ആത്മാവ് ഒരുവന്റെ ഉള്ളിൽ വ്യാപരിക്കുമ്പോൾ മാനസാന്തരത്തിലേക്ക് അത് നയിക്കുകയാണ്. അങ്ങനെ നിത്യജീവനിലേക്ക് ആ വ്യക്തിയെ നയിക്കുകയാണ്. ആത്മാവോ ജീവിപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ മെസ്സേജ് ഓർമ്മയുണ്ടോ? റിപ്പന്റ്. ഓരോ ദിവസത്തെയും ദൈവവചന ശുശ്രൂഷ കഴിയുമ്പോൾ ആ വചനത്തോട് അനുസൃതമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിനാണ് മാനസാന്തരം. റിട്ടേൺ, റിപ്പന്റ്. ആമേൻ. പൗലോസ് പറയുന്നത് 4:1 ഈ ശുശ്രൂഷ ഇത് യോഗ്യത കൊണ്ട് ലഭിച്ചതല്ല, ഇത് കരുണ കൊണ്ട് ലഭിച്ചതാണ്. അങ്ങനെ പറയുന്നേ. Therefore, since we have this ministry as we received by mercy. കരുണ കാരണം, യോഗ്യത കാരണമല്ല, പാസ്റ്ററുടെ മോനായിട്ടല്ല, പെന്തിക്കോസ്ത് ജനിച്ചുകൊണ്ടല്ല, മലയാളി ആയതുകൊണ്ടല്ല, ഇതൊന്നുമല്ല. കരുണ, 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 കരുണ. അപ്പം പൗലോസ് അതിനെന്താ ചെയ്യുന്നത് അറിയാമോ? പൗലോസിന് ഇത് പറയാനൊരു പശ്ചാത്തലമുണ്ട്. ഇങ്ങനെ പറയാൻ, അതായത് പൗലോസ് കർത്താവിൻ്റെ ഉപദേശത്തെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നു എന്നൊരു ആരോപണം, പഴയ നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു ആരോപണം. പൗലോസ് എന്നും ആരോപണങ്ങളുടെ മുമ്പിലായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് ആദ്യം പറഞ്ഞത്, സംശയമുണ്ട് ചോദിക്കണം. ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പേ അത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിൽക്കുന്ന ദൈവദാസന്മാർക്ക് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഞാൻ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന കാഴ്ച ഞാൻ പറയാം. ഐ എം നോട്ട് ലോഡ് ഓവർ യു, ഐ എം മിനിസ്റ്ററിങ് ടു യു. ഞാൻ നിങ്ങളെ കർത്തൃത്വം ചെയ്യുന്നവരല്ല, ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുന്നവരാണ്. എങ്ങനെ? വചനത്താൽ ശുശ്രൂഷിക്കുക. ശുശ്രൂഷയുടെ ഒരു പിക്ചർ കാണണമെങ്കിൽ കർത്താവിനെ നോക്കിയാൽ മതി. അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് തോർത്തരയിൽ ചുറ്റി ശിഷ്യന്മാരുടെ കാല് കഴി. ഹി ഈസ് മിനിസ്റ്ററിങ് ആൻഡ് ടു ദം. ദാറ്റ്സ് വാട്ട് ഐ എം ഡൂയിങ്. സോ ഇഫ് യു ഹാവ് എ ഡൗട്ട് യു ഹാവ് ടു ആസ്ക്. നിങ്ങൾ ചോദിക്കണം. പൗലോസിനെതിരെ ഒരുപാട് ആരോപണമുണ്ട്. ഓൾഡ് ടെസ്റ്റ്മെന്റ് ദുർവ്യാഖ്യാനം ചെയ്യുന്നു, ക്രിസ്തുവിന്റെ ഉപദേശത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. പൗലോസ് പറയാം, അങ്ങനൊന്നുമല്ല, ഈ ശുശ്രൂഷ ഉണ്ടല്ലോ, ഇത് യോഗ്യത കൊണ്ട് ലഭിച്ചതല്ല, ഇത് കരുണ കാരണം കിട്ടിയതാണ്. അതുകൊണ്ട് ലജ്ജാകരമായ രഹസ്യങ്ങളെ ഞങ്ങൾ ഒഴിവാക്കി ഉപദേശത്തോടെ ഒന്നും ഞങ്ങൾ കൂട്ടത്തില്ല. ഉള്ളതുപോലെ പ്രസന്റ് ചെയ്യുകയാണ്. വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, വെദർ യു അക്സെപ്റ്റ് ഇറ്റ് ഓർ നോട്ട്, ഉള്ളതുപോലെ പ്രസന്റ് ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതാണ് ഒരു ദൈവദാസന്റെ പ്രാഗൽഭ്യം എന്ന് പറയുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. വചനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ വചനമാണോ പ്രസന്റ് ചെയ്തത്, ദൈവദാസന് പ്രാഗൽഭ്യമായി, അവന് ഉറപ്പോടെ നിൽക്കാൻ പറ്റും. ആമേൻ. സോ പൗലോസോടെ പറയുന്നത് അക്ഷരത്തിൻ്റെ ശുശ്രൂഷയല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. പൗലോസോട് പറയുകയാണ്, ഈ എതിർപ്പുകളുടെ മറുപടിയായി പറയുകയാണ്, ഈ എതിർപ്പ് നോക്കി നിന്നാൽ സുവിശേഷം പ്രസന്റ് ചെയ്യാൻ വിട്ടുപോകും.
ഈ എതിർപ്പ് നോക്കി നിന്നാൽ ശുശ്രൂഷ ചെയ്യാൻ മറന്നുപോകും. ഇറ്റ്സ് എ ടെമ്പറൽ ലൈഫ്. ഇതൊരു ചെറിയ ജീവിതമാണ് ദൈവം തന്നേക്കുന്നേ. മനുഷ്യരുടെ അഭിപ്രായവും മനുഷ്യരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കും അനുസരിച്ച് ദൈവവചനത്തെ ആഡ് ചെയ്യാനോ എടുത്തു മാറ്റാനോ ഒരു ശുശ്രൂഷകന് അവകാശമില്ല. ഇറ്റ്സ് എ ടെമ്പറൽ ലൈഫ്. ഇറ്റ്സ് എ സ്മോൾ ലൈഫ്. എതിർപ്പ് നോക്കി ഉപദേശം മാറ്റരുത്. പൗലോസിന്റെ ദർശനം എന്ന് പറയുന്നത് ഈ പുതിയ നിയമ ഉടമ്പടിയുടെ ശുശ്രൂഷ അതിൻ്റെ ഉത്തരവാദിത്വം വളരെ ശ്രേഷ്ഠമാണ്. അതിനാൽ നിരാശപ്പെടാൻ വകയില്ല. The task of the ministry, the new covenant, the gospel is too noble to lose heart. നിരാശപ്പെടാൻ വകയില്ല. കാരണം ഇത് യോഗ്യത കൊണ്ട് ലഭിച്ചതല്ല, കരുണ കാരണം ലഭിച്ചത്. ഞാൻ മുന്നോട്ട് പോകാം. ഈ പുതുനിയമ ഉപദേശത്തിൻ്റെ പ്രത്യേകത എന്താ? ഇത് ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. ഇതൊരുവനെ നീതിയിലേക്കും രക്ഷയിലേക്കും നിത്യജീവനിലേക്കും നയിക്കുന്നതാണ്. റോമാലേഖനം 1:16 ഓർത്ത് നോക്കിക്കേ. ഈ പുതിയ നിയമ സുവിശേഷത്തിൻ്റെ പ്രത്യേകത, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാകുന്നല്ലോ. അപ്പോൾ സുവിശേഷം ദൈവശക്തിയാണ്. Gospel is the power of God unto salvation. കൊരിന്ത്യർക്കുള്ള 1 ലേഖനം 1:18 ഇത് തന്നെയാണ് പറയുന്നത്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്നവർക്കോ അത് ദൈവശക്തിയാണ്. Gospel is the power of God. ഈ രൂപാന്തരപ്പെടുത്തുന്ന ശക്തി, സുവിശേഷം എന്ന ദൈവശക്തി, അതൊരു ദൈവദാസനെ, ദൈവമക്കളെ ദൈവം ഭരമേൽപ്പിക്കുമ്പോൾ അവൻ എന്താ ചെയ്യുന്നത്? നമ്മൾ തന്നെ തീരുമാനിക്കുക. പൗലോസ് ചെയ്തത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ലജ്ജാകരമായ കാര്യങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞു. ഉപദേശത്തോട് ഒന്നും കൂട്ടുന്നില്ല, മനുഷ്യൻ്റെ മുഖം നോക്കുന്നില്ല. ആമേൻ. എന്നിട്ട് ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെ മുമ്പിൽ, അവരുടെ മനസ്സാക്ഷിക്ക് മുമ്പേ ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. ഒരു ഓപ്പൺ ബുക്കാണ്. There is nothing to be hidden. ഒന്നും മറയ്ക്കാനില്ല. ഹല്ലേലൂയ. ഇനിയാണ് നമ്മൾ 3-ാം വാക്യം തൊട്ട് ചിന്തിക്കാൻ പോകുന്നത്. 3-ാം വാക്യം തൊട്ട് 5 കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഹോപ്പ്ഫുള്ളി ഐ ക്യാൻ ഫിനിഷ് ഇറ്റ്. 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 3-4 വാക്യങ്ങളിൽ സുവിശേഷം എന്ന ആ ശക്തിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇനിയും മറ്റുള്ളവരോട് സുവിശേഷം പറയുമ്പോൾ ഇതൊരു മനസ്സിൽ ഉണ്ടെങ്കിൽ യുവർ ആറ്റിറ്റ്യൂഡ്, യുവർ ഔട്ട്ലുക്ക് വിൽ ചേഞ്ച്. ഞാനത് വിശ്വസിക്കുക. കാരണം തിരുവെഴുത്ത് അതുപോലെ പറയുക. 3-4 വാക്യങ്ങളിൽ ദ wretched condition of a person who is not in Christ, ക്രിസ്തുവിലല്ലാത്തവരുടെ നികൃഷ്ടമായ അവസ്ഥ. 5-6 വാക്യങ്ങളിൽ the glorious condition of a person who is in Christ, ക്രിസ്തുവിലായിരിക്കുന്നവരുടെ മഹത്വകരമായ അവസ്ഥ. 7-ാം വാക്യത്തിൽ അതാണ് നമ്മൾ വായിച്ചത്. The transformation power of the gospel, സുവിശേഷത്തിൻ്റെ പരിവർത്തന ശക്തി. 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ സുവിശേഷത്തിലുള്ള ട്രിബുലേഷൻ, കഷ്ടത ഉണ്ടെങ്കിൽ 17-18 വാക്യങ്ങളിൽ സുവിശേഷത്തിൽ ഒരു പ്രത്യാശയുണ്ട്. ഹോപ്പ് ഇൻ ദ ഗോസ്പൽ. ഇതാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1, ക്രിസ്തുവിൽ അല്ലാത്തവരുടെ സ്ഥിതി. 2, ക്രിസ്തുവിലായവരുടെ സ്ഥിതി. 3, സുവിശേഷത്തിന്റെ പരിവർത്തന ശക്തി. 4, സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന കഷ്ടത. 5, സുവിശേഷം നിമിത്തം ലഭിച്ച പ്രത്യാശ. ഹോപ്പ് ഇൻ ദ ഗോസ്പൽ. പകുതിക്ക് കൊണ്ടിട്ടിട്ട് പോകത്തില്ല കർത്താവ്. There is a hope for us. The message of the gospel is the message of hope. സുവിശേഷത്തിന്റെ മെസ്സേജ് എന്ന് പറയുന്നത് പ്രത്യാശയുടെ മെസ്സേജാണ്. പ്രത്യാശ തരുന്ന മെസ്സേജാണ്. 1, the wretched condition of those who are not in Christ.
ക്രിസ്തുവിലല്ലാത്തവരുടെ പ്രത്യേകത. അവിടെ വായിച്ച് 3-4 വാക്യങ്ങളിൽ. എന്നാൽ വായിച്ചാട്ടെ. ആ ആ ആ ആ 3-4 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പ്രാഥമികമായ ഒരു പിക്ചർ നമുക്ക് കിട്ടും ക്രിസ്തുവിലല്ലാത്തവരുടെ കണ്ടീഷൻ. പൗലോസിനെ കുറിച്ചുള്ള ഫോൾസ് ടീച്ചേഴ്സിൻ്റെ അക്യൂസേഷൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മെസ്സേജ് പഴകിയതാണെന്നുള്ളതാണ്. അപ്പോൾ പൗലോസ് അതിന് മറുപടി പറയുന്നത് മെസ്സേജിൻ്റെ കുഴപ്പമല്ല, മെസ്സഞ്ചറിൻ്റെയും കുഴപ്പമല്ല, അവർക്ക് വിശ്വസിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അതാ സമ്മറി. മെസ്സഞ്ചറിൻ്റെ കുഴപ്പമല്ല, മെസ്സേജിൻ്റെയും കുഴപ്പമല്ല, കേൾക്കുന്നവർക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതിന് കാരണം അവിടെ പറയുന്നുണ്ട്. ക്രിസ്തുവിലല്ലാത്തവരുടെ ഒരു സ്ഥിതിയാണ് പ്രിയമുള്ളവരെ. നിങ്ങളിൽ മറ്റുള്ളവരോട് സുവിശേഷം ഷെയർ ചെയ്തിട്ടുള്ളവർ കൈവക്കാൻ പറയുന്നില്ല. ചിന്തിച്ചേ, അവർ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അയ്യോ ഞാനിത് ആദ്യമായിട്ട് കേൾക്കുകയാണെന്ന് ആരെങ്കിലും പറഞ്ഞു? അയ്യോ ഇത് എന്നോട് നേരത്തെ എന്താ പറയാഞ്ഞെന്ന് ചോദിച്ചു ആരെങ്കിലും? ഒരുത്തരും ചോദിച്ചിട്ടില്ല. കാരണം എന്താ? അവർ ഇരുട്ടിലാണെന്ന്. അത് നമ്മുടെ സ്വന്തക്കാരായിരിക്കാം, പക്ഷെ ദേ ആർ ഇൻ ഡാർക്ക്നെസ്. അതാ വചനം പറയുന്നേ. അത് പിണങ്ങിയിട്ട് കാര്യമില്ല, പിണങ്ങുവാണെങ്കിൽ വചനത്തോട് പിണങ്ങണം. ദേ ആർ ഇൻ അട്ടർ ഡാർക്ക്നെസ്. നമ്മൾ ലൈറ്റിലാണെന്ന് പറഞ്ഞ് നമ്മൾ ഇച്ചിരി ഗമണ്ട് കളിക്കുകയല്ല, നമ്മൾ കരുണയോട് അവരോട് ഇടപെടാൻ വേണ്ടിയായി പറയുന്നേ. ബിക്കോസ് ഈവൻ ഇഫ് ദേ വാണ്ട് ടു ബിലീവ് ദേ cannot. വിശ്വസിക്കണമെന്ന് തോന്നിയാൽ പോലും അവർക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. ബിക്കോസ് ദേ ആർ ഇൻ അട്ടർ ഡാർക്ക്നെസ്. അതാ സുവിശേഷത്തിൻ്റെ സുവിശേഷത്തിലല്ലാത്തവർക്ക്, അതായത് ക്രിസ്തുവിലല്ലാത്തവരുടെ സ്ഥിതി. പൗലോസ് പറയുന്നത് പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. കൊരിന്ത്യർ 1:2-14 ഞാൻ വാക്യം വായിപ്പിക്കുന്നില്ല, പെട്ടെന്ന് പോവുക. അത് അവനെ എങ്ങനെയാ തോന്നുന്നേ? ഭോഷത്വമായിട്ട് തോന്നുക. ഇന്നലെ കണ്ടായിരുന്നോ എവിടോ ഏത് സ്റ്റേറ്റിൽ, ഞാൻ ഈ ടൈറ്റിൽ വായിച്ചേ പോയുള്ളൂ, ഒരു പ്രീച്ചർ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഒരു സ്ത്രീ വന്നിങ്ങനെ ഗണ്ണ് ചൂണ്ടി നിൽക്കുന്നേ. ഇവിടുത്തെ കാര്യമാണ് പറഞ്ഞേ, നൈജീരിയയിലെ കാര്യമല്ലത്, ഈ രാജ്യത്തെ കാര്യമാണ് പറഞ്ഞേ. പബ്ലിക്കിൽ നിന്ന് അദ്ദേഹം വചനം സംസാരിക്കുമ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ ഗണ്ണ് ചൂണ്ടി, അദ്ദേഹം ഒന്ന് ഫ്ലിഞ്ച് പോലും ചെയ്തില്ല. പുള്ളി അവിടെ നിന്ന് പ്രസംഗിക്കുക. കാരണം പുള്ളിക്ക് അത് എളുപ്പവഴിയാണ്. ഒരു ശവോടെ കൂടാതെ പുള്ളിക്ക് അങ്ങ് ചെല്ലാം. ഇത് പറയാൻ എളുപ്പമാണ്. ഉള്ളിൽ സുവിശേഷത്തിൻ്റെ ബോധ്യമുള്ളവനെ അത് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റേജിൽ നിന്ന് എനിക്ക് തൊണ്ട കീറാം, പക്ഷെ ഇന്ന് ഒരുത്തൻ വന്ന് ഇങ്ങനെ കണ്ണ് ചൂടി നിന്നാലോ? 2 എക്സിറ്റ് ഡോർ ഉണ്ടല്ലയോ? അതിനങ്ങനെ വെച്ചേക്കുന്നത്. അവൻ ഇടത്തോട്ട് പോയാൽ ഞാൻ വലത്തോട്ട് പോകും, അല്ല വലത്തോട്ട് പോകും. നോ നോ, സുവിശേഷം നമ്മുടെ ഉള്ളിൽ ബോധ്യം തരും. ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ലൈഫ് അല്ലിത്. ഞാൻ ക്രിസ്തുവിലാണെങ്കിൽ എനിക്ക് നിത്യജീവൻ ഉറപ്പാ. ഞാൻ ക്രിസ്തുവിന്റെ കരങ്ങളിലാ. അവന്റെ കരതലത്തിലൂടെ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ സുവിശേഷം പറയുമ്പോൾ, പ്രസംഗിക്കുമ്പോഴാണ് എൻ്റെ അന്ത്യമെങ്കിൽ സോ ബി ഇറ്റ്. എനിക്കത് ലാഭമാണ്, എനിക്കത് ലാഭമാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിലല്ലാത്തവർ അവർ ആത്മിക ഇരുട്ടിലാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ ആ ചിത്രം? Those who are not in Christ, they are in utter darkness. നമ്മൾ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? നമ്മൾ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു? നമ്മൾ ബുധനാഴ്ച പ്രാർത്ഥിക്കുന്നു, വ്യാഴാഴ്ച പ്രാർത്ഥിക്കുന്നു, വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുന്നു, ശനിയാഴ്ച പ്രാർത്ഥിക്കുന്നു, ഞായറാഴ്ച പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന ഉണ്ടെന്ന് പോലും അറിയാത്തവർ ഇവിടില്ല. പ്രിയമുള്ളവരെ, ഇവിടെയുള്ള മീറ്റിങ്ങുകൾ ഒന്നെങ്കിലും നിങ്ങൾ കയറണം. അതിനല്ലേ നമ്മൾ സൂം വെച്ചേക്കുന്നേ. ജസ്റ്റ് വീഡിയോ ഓഫ് ചെയ്തിട്ട് അവിടെ ഇരുന്നാൽ മതി. ജസ്റ്റ് എഴുതി വെക്കണം, തോമാച്ചാൻ പ്രസൻറ്റ്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനത് ആത്മാർത്ഥമായിട്ടാണ് പറയുന്നേ. നിങ്ങളുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടിയാ പറയുന്നേ. നിങ്ങൾ അവിടെ പ്രസന്റ് ആയാൽ എനിക്കൊരു ലാഭവുമില്ല, പക്ഷെ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഭം. വേദനയോടുകൂടാ പറയുന്നത്. ജസ്റ്റ് ബി പ്രസന്റ്. സൂമാ
വരുവാൻ പോലും വേണ്ട. ക്രിസ്തുവിലല്ലാത്തവർ they are in utter darkness, അന്ധതയിലാണ്. അവർ ഒരുപക്ഷെ സാമൂഹികപരമായി നല്ല നിലയിലൊക്കെ ആയിരിക്കും. അവർ ദാനധർമ്മികളായിരിക്കും. ദാനധർമ്മിയായ ഒരു മനുഷ്യൻ, ആരെയും വഴക്കുണ്ടാകാത്തൊരുത്തൻ, എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്ന ഒരുത്തൻ, എല്ലാവർക്കും സഹായം ചെയ്യുന്ന ഒരുത്തൻ. കർത്താവ് ഇന്ന് വന്നാൽ സ്വർഗത്തിൽ പോവില്ലയോ? പോകത്തില്ലെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ എന്ന് നോക്കട്ടെ. സംശയമുണ്ടോ? ഒന്ന് പറ. പോവില്ലയോ? പോകത്തില്ലെന്നോ? പോകത്തില്ല. അത് ഉറപ്പായി. അത് ഞാൻ പറഞ്ഞൊരു അഹങ്കാരത്തിൽ പറഞ്ഞല്ല, വചനം പറയുന്ന കാര്യമാണ്. അപ്പോസ്തലർ 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസുള്ള ഭക്തനുണ്ടായിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ അല്ല, ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന എഴുതി വെച്ചേക്കുന്നേ. ഒന്ന് വായിച്ചേ, വായിച്ചു. അവൻ ഭക്തനാണെന്ന് യോബിനെ കുറിച്ച് എഴുതി വെക്കുന്ന പോലെ വചനത്തിൽ എഴുതി വെച്ചേക്ക. അവൻ ഭക്തനായിരുന്നു. ആ വാക്കൊക്കെ വചനത്തിൽ പറയണമെങ്കിൽ ഇച്ചിരി പാടാ. നമ്മൾ എഴുതി വെക്കും നമ്മുടെ ആത്മകഥയിലൊക്കെ ഭക്തനായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതാർക്ക് എഴുതാൻ വയ്യത്തല്ലേ? ഇത് അങ്ങനെയല്ല എഴുതി വെച്ചേക്കുന്നത്. അവൻ ഭക്തനായിരുന്നു, സകല ദേവതയോടും കൂടെ ദൈവത്തെ അതല്ലേ ഏറ്റവും വലിയത്. ഏറ്റവും വലിയ ദൈവഭയമല്ലേ? അത് ആ മനുഷ്യനുണ്ടായിരുന്നു. അങ്ങനെ റോമാക്കാരനായിരുന്നു, ജാതിയനായിരുന്നു. പറഞ്ഞു. പിന്നെ നീ എന്തോ വേണം? ദൈവത്തെ ഭയപ്പെടുന്ന ഒരു മനുഷ്യൻ. എപ്പോഴും 4 ക്വാളിറ്റി. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു മനുഷ്യൻ, ഭക്തനായ മനുഷ്യൻ, ധർമ്മം കൊടുക്കുന്ന മനുഷ്യൻ. ഇവൻ സ്വർഗത്തിൽ പോലെ പിന്നെ ആരാ പോകുന്നേ? പക്ഷെ വചനം പറയുന്നു he is going to eternal hell. കാരണം എന്താ? ക്രിസ്തുവിലല്ലവൻ. അവൻ ചെയ്ത നീതി പ്രവൃത്തികളൊക്കെ ഇവിടെ കടമായി ദൈവം സ്വീകരിക്കും. റോമാലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അത് അവന് പകരം കൊടുക്കുകയും ചെയ്യും. ദൈവം ആർക്കും കടക്കാരനുമല്ല. അവൻ 100 രൂപ സഭാഹോളിന് ജാതിയൻ്റെ പൈസ സഭാഹോളിന് വേണ്ട. പക്ഷെ എന്നാലും അവൻ അങ്ങ് കൊടുത്തെന്നിരിക്കട്ടെ, മതിൽ പണിക്ക് കൊടുത്തു. അത് അവൻ ഇവിടെ തിരിച്ച് ദൈവം കൊടുക്കും. കടം നിൽക്കത്തില്ല, പക്ഷെ അതവനെ രക്ഷിക്കില്ല. അതവനെ രക്ഷിക്കത്തില്ല. അതുകൊണ്ട് ദൈവം എന്താ ചെയ്തേ? താഴെ പറയുന്നുണ്ട്, പത്രോസിനെ അങ്ങോട്ട് അയച്ചു. ഇവൻ നേരെ സ്വർഗത്തിൽ പോവാണെ പത്രോസിനെ അങ്ങോട്ട് വിടേണ്ട കാര്യമുണ്ടോ? അവൻ്റെ പ്രവൃത്തികൾ അവന് കടമായി ദൈവം എടുത്ത് അവൻ ഇവിടെ പ്രതിഫലം കൊടുക്കും. പക്ഷെ അവന് നിത്യജീവന് കിട്ടണമെങ്കിൽ അവൻ ക്രിസ്തുവിലായേ പറ്റൂ. ഇതാണ് നമ്മൾ ഒരാളോട് അപ്രോച്ച് ചെയ്യുമ്പോൾ, അവൻ കർത്താവിൻ്റെ വിളിയിലുള്ളവനാണെങ്കിൽ അവന് നിത്യത നഷ്ടപ്പെടാതിരിക്കാൻ നാം അവനോട് വേദനയോടുകൂടെ ഈ സുവിശേഷം എന്ന അത്യന്ത ശക്തി അവൻ്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക. കലർപ്പ് കൊടുക്കരുത്. ഇത് ഉള്ളതുപോലെ പ്രസന്റ് ചെയ്താൽ മാത്രമേ അവൻ്റെ ഉള്ളിൽ അത് ജീവനായി രൂപാന്തരപ്പെടുകയുള്ളൂ. They are in spiritual darkness. പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞേക്കുന്നേ, ഞാൻ ഒരു കാര്യോട് പറഞ്ഞങ്ങ് പോവാം. പ്രവൃത്തി ദൈവം കടമായിട്ട് കണക്കിടും. അത് ഈ ഭൂമിയിലാണ്. പക്ഷേ അവന് നിത്യതയ്ക്ക് അത് പ്രയോജനം ചെയ്യത്തില്ല. പ്രവൃത്തിയല്ല അവനെ രക്ഷിച്ചേ, കർത്താവിലായതുകൊണ്ടാണ് അവൻ രക്ഷയായത്. പ്രവൃത്തി ആയിരുന്നെങ്കിൽ ദാനധർമ്മം ചെയ്യുന്നതിനാണ് ഈ ക്രൂശേ കിടന്ന കള്ളൻ എന്തുമാത്രം ദാനമാണ് ചെയ്ത്. അവനുള്ളതിനെ കൂടെ പിടിച്ചു പറിക്കുന്നവരല്ല അല്ലേ? സക്കായോട് പറഞ്ഞത് എന്താ? ഇന്ന് ഈ വീട്ടിൻ്റെ രക്ഷ വന്നെന്നാ പറഞ്ഞേ. അവനാണ് മഹാകള്ളനായിരുന്നു. അത് അവൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതല്ല. ഞാൻ ആരോടെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇട്ട് കൊടുക്കാമെന്നല്ലേ പറഞ്ഞേ. അപ്പോൾ അവൻ എടുത്തിട്ടുണ്ടെന്നല്ലേ അർത്ഥം? അവന് പ്രവർത്തിച്ചുകൊണ്ടാ രക്ഷ കിട്ടി? നോ, പ്രവൃത്തി കടമാ. പക്ഷെ ക്രിസ്തുവിലായെങ്കിൽ മാത്രമേ നിത്യജീവനുള്ളൂ. ചിന്തിക്കുക, ഭാഗ്യവശാൽ നോട്ട് എനിത്തിങ് ദാറ്റ് ഐ ഡിഡ്, ഞാനൊന്നും ചെയ്തത് കൊണ്ടല്ല, ഭാഗ്യവശാൽ അനാദിയിൽ ക്രിസ്തുവിൽ അവൻ എന്നെ തെരഞ്ഞെടുത്തല്ലോ. ദൈവത്തെ മഹത്വപ്പെടുത്താൻ എന്തെങ്കിലും കാരണം വേണമെങ്കിൽ രക്ഷയോർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്താം.
രക്ഷയോർത്ത് കർത്താവിനെ സ്തുതിക്കാം. അനാദിയിൽ എന്നെ തെരഞ്ഞതോർത്ത് കർത്താവിനെ സ്തുതിക്കാം. പത്രോസിന്റെ ലേഖനത്തിൽ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ പത്രോസ് വിശ്വസിക്കുന്നവർക്ക് കർത്താവ് ശ്രേഷ്ഠവും മാന്യമായ കല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അതൊരു പണിയോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞേക്കുന്നത്. ഒരു കല്ലാണ്. വിശ്വസിക്കാത്തവർക്കോ ഇടച്ച കല്ല്, തടങ്കൽ പാറ. അപ്പം മെസ്സേജ് അല്ല പ്രശ്നം, മെസ്സഞ്ചർ അല്ല പ്രശ്നം. ഈ ലോകത്തിൻ്റെ അധിപതി അവരുടെ കണ്ണിനെ എന്ത് ചെയ്യിക്കുക? അതാ പറഞ്ഞേക്കുന്നത്. ഈ ലോകത്തിൻ്റെ ദൈവം കുരുടാക്കി വെച്ചിരിക്കുക. ഇവിടെ പറഞ്ഞേക്കുന്നേ ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം. എത്രമാത്രം ചിന്തിച്ചാൽ ഇങ്ങനെ നമുക്ക് എഴുതി വെക്കാൻ പറ്റും. ഇത് ആത്മാവല്ലേ എഴുതി, അതുകൊണ്ടല്ലേ ഇങ്ങനെ വന്നേ. പൗലോസ് ചിന്തിച്ചാലൊന്നും എടുത്തു കിടക്കൂല. അത് പ്രസംഗരോട് ചോദിച്ചാൽ മതി. ഒരു ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്നാലും പ്രസംഗം വരത്തില്ല. പ്രസംഗം വരും, പക്ഷേ ആത്മാവിലുള്ള പ്രസംഗം വരില്ല. പ്രസംഗത്തിന് എന്താ ഇപ്പോൾ കാര്യം? നമ്മൾ യുവജനോത്സവത്തിൽ പ്രസംഗിച്ചിട്ടില്ലേ ഇന്ത്യയെക്കുറിച്ചൊക്കെ? എന്തോ വാഗ്ധോരണിയായിരുന്നു അല്ലേ? പക്ഷെ അതല്ല ഇത്. ഇതിന് ആത്മാവ് തന്നെ നമുക്ക് വിവേചിച്ച് നൽകിത്തരണം. ഇത് ആത്മാവിൽ കൈക്കൊള്ളണം. കാരണം ദൈവവചനം അത് ദൈവശക്തിയാണ്. The word of God is the power of God. And it can transform his life. Today, ഇന്നും അത് മനുഷ്യ ജീവിതങ്ങളെ രൂപാന്തരം വരുത്തുന്നതാണ്. ഈ തേജസ്സുള്ള സുവിശേഷം, ദ ഗ്ലോറിയസ് ഗോസ്പൽ, നമ്മുടെ അച്ചായൻ്റെ ഗോസ്പൽ അല്ല. ഏതാ ഗ്ലോറിയസ് ഗോസ്പൽ? അതല്ല ഇത്. പീഡികൽ അച്ചാൻ്റെ അതല്ല ഇത്. ഇത് തേജസ്സുള്ള സുവിശേഷമാണ്. ഇത് ആത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ഈ സുവിശേഷം മനുഷ്യ മനസ്സുകളിൽ പ്രകാശിക്കാതിരിക്കാൻ ഈ ലോകത്തിന് ഒരു ദൈവമുണ്ട്. ആ ദൈവം മനുഷ്യ മനസ്സിന്റെ കണ്ണിനെ കുരുടാക്കി. They are in darkness. So when we share the gospel, share with them gracefully. അല്ലാതെ രക്ഷിക്കപ്പെട്ടോണം ഇല്ലേ? എടാ അവനും വേണം, അവനും അറിയാൻ രക്ഷിക്കപ്പെടണമെന്ന്, പക്ഷെ അവന് പറ്റത്തില്ലെന്ന്. എടാ അവൻ്റെ കണ്ണ് കുരുടാണെന്ന്, അവന് കഴിയത്തില്ലെന്ന് നന്നാകാൻ. നമ്മൾ ഈ പലതും പറയുന്നത് നന്നാകലിൻ്റെ സുവിശേഷമാണ്. അതല്ല സുവിശേഷം. സോഷ്യൽ ഗോസ്പലും അവതരിപ്പിക്കില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ കയറി വരുന്നുണ്ട് സോഷ്യൽ ഗോസ്പൽ. എന്താ സോഷ്യൽ ഗോസ്പൽ? അല്ല ഡീഡ്സ്, പ്രവൃത്തി. സോപ്പ് സൂപ്പ് സാൽവേഷൻ ആർമിയുടെ അത് ഗോസ്പൽ അല്ല. സോപ്പ് സൂപ്പ് സാൽവേഷൻ അല്ല വചനത്തിൽ പറയുന്ന സാൽവേഷൻ. കുറേ പ്രവൃത്തി ചെയ്ത് അവരെ വശീകരിച്ച് വചനത്തിൽ സഭയെ കൊണ്ടുവന്ന് പിന്നെ നമുക്ക് പതുക്കെ വചനം കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അവൻ അടുത്ത സെക്രട്ടറി ആകത്തില്ലേ വരുമ്പോഴേ? കാരണം രക്ഷിക്കപ്പെടാതെ വരുന്ന ഒരു വ്യക്തിക്ക് പിന്നെ അവന് സ്ഥാനമാണ് നോട്ടം. I'm not kidding. This is what is happening in സംഘടനകളിൽ നടക്കുന്നതാ. ദൈവസഭയിൽ അങ്ങനെയല്ല. ഇവിടെ പറയുന്നത് ദൈവപ്രതിമയായ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ എക്സാക്ട് ഇമേജ് ആണ് ക്രൈസ്റ്റ്. അതാണ് കൊലോസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഫിലിപ്പോസിനോട് കർത്താവ് പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവ് ഒന്നാകുന്നു. അപ്പോൾ ഈ തേജസ്സുള്ള സുവിശേഷം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ ദൈവം എന്ന ഒരുവൻ മനസ്സിലാക്കണം. ക്രിസ്തുവിനെ രക്ഷകരെന്ന് മനസ്സിലാക്കാൻ ഈസിയാ. എൻ്റെ പാപത്തിന് രക്ഷിച്ചു, അല്ല എൻ്റെ രോഗത്തിന് രക്ഷിച്ചു, എൻ്റെ കടഭാരത്തിന് രക്ഷിച്ചു, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വിഷയത്തിൽ രക്ഷിച്ചു, എനിക്ക് മണ്ണ് മേടിച്ചു തന്നു. ഇതൊക്കെയാണ് പലരും നോക്കുന്നത്. ഇത് മണ്ണിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങളുടെ നാട്ടിലുള്ള ചർച്ചിൽ ഒരാൾ വന്ന് പറഞ്ഞ മണ്ണ് ഇറക്കി തരാമെങ്കിൽ ഞങ്ങൾ ചർച്ച വരാൻ പോകും. കാരണം അവരൊരു ചതുപ്പ് നിലത്തിലാണ് ജീവിക്കുന്നത്. ഇറ്റ്സ് എ ജെനുവിൻ ആവശ്യമാണ്. ഞാൻ ആ ആവശ്യത്തിനെ കളിയാക്കല്ല, പക്ഷെ അതല്ല ദൈവസഭയിൽ വരാനുള്ള യോഗ്യത. ഇൻസെന്റീവ് അല്ല ദൈവസഭയിൽ വരുന്നതിന്. മണ്ണിറക്കി തരാം, വരാമോ? മണ്ണ് നിൽക്കുമ്പം വരവ് നിൽക്കും. രൂപാന്തരീകരിക്കപ്പെട്ട ഒരു ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ
ദൈവസന്നിധിയിലേക്ക് വരുവാനുള്ള അവകാശമുള്ളൂ. കാരണം വചനം പറയുന്നു പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ വരുമ്പോൾ ദൈവസന്നിധിയിലേക്ക് ഒരുവൻ വരുന്നത് രൂപാന്തരിക്കപ്പെട്ട ഹൃദയം. ആ രൂപാന്തരം അവൻ ഉണ്ടാകുന്ന അവന് കൊടുക്കുന്ന മണ്ണല്ല, അവന് കൊടുക്കേണ്ട സുവിശേഷമാണ്. ചില നാളുകൾക്ക് മുമ്പ് ഒരാൾ പാൻ കേക്ക് ഉണ്ടാക്കി ആളെ നേടാൻ നോക്കി. പാൻ കേക്ക്, അതെന്താ പാൻ കേക്ക്? രാവിലെ പാൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കുക വിശക്കുന്നവർക്ക്, അത് നല്ല കാര്യമല്ലേ? പക്ഷെ അത് സുവിശേഷീകരണമാണോ പ്രിയമുള്ളവരെ? സുവിശേഷം കൊടുക്കേണ്ടടുത്ത് സുവിശേഷം കൊടുക്കണ്ടേ? പിന്നെ ഇതൊരു മെത്തേഡാക്കാം. പാൻ കേക്ക് വന്നു, കഴിച്ചു, സിറപ്പ് അഴിച്ചു കൊടുത്തു, അതിൻ്റെ കൂടെ സുവിശേഷം പറയാം. പക്ഷെ അവൻ അടുത്ത ആഴ്ച വരുമോ? പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു ട്രിക്കും സുവിശേഷീകരണത്തെ ചിലവാകത്തില്ല. ചിലവാക്കാൻ വേണേ നമുക്ക് എക്സ്ട്രാ കാശ് ഉണ്ടെങ്കിൽ പാൻ കേക്ക് അല്ല, വേണമെങ്കിൽ അതിനെക്കാട്ടി കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുക, സ്റ്റേക്ക് ഉണ്ടാക്കി കൊടുക്കുക. പക്ഷേ ചിലവാക്കാവുന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവാണ് ഒരുവൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കേണ്ടത്. കാരണം അവൻ്റെ മനസ്സ് സാധാരണ മനസ്സല്ല. അവൻ്റെ മനസ്സ് ഈ ലോകത്തിനെ ദൈവം കുരുടാക്കി വെച്ചിരിക്കുന്നതാ. അത് സുവിശേഷത്തിന്റെ ദൈവശക്തിക്ക് മാത്രമേ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. ആമേൻ. ഈ അന്ധതയിലായിരിക്കുന്ന ക്രിസ്തുവിലല്ലാത്തവരുടെ സ്ഥിതി, ദേ ആർ ഡെഡ്. അവർ മരിച്ചവരാ. എഫെസ്യർ 2:1. ദേ ആർ ബ്ലൈൻഡഡ്. നമ്മളിപ്പോൾ ചിന്തിച്ചു, അവർ ഈ ലോകത്തിൻ്റെ അധിപതി അനുസരിച്ച് നടക്കുന്നവരാ. എഫെസ്യർ 2:3. പിന്നെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്നവരാ. എഫെസ്യർ 2:3. 2:3 തന്നെ വീണ്ടും പറയുന്നു, അവർ കോപത്തിൻ്റെ മക്കളാണ്. ദേ ആർ ചിൽഡ്രൻ ഓഫ് റാത്ത്. പക്ഷേ ആ വചനത്തിൽ തന്നെ പറഞ്ഞേക്കുന്നത്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു. അതാണ് നമ്മുടെ ഭാഗ്യപദവി. ക്രിസ്തുവിലല്ലാത്തവർ മരിച്ചവരാണ്, അന്ധതയിലാണ്, ഇഷ്ടം പോലെ നടക്കുന്നവരാണ്, ഈ ലോകത്തിന്റെ അധിപതിയെ അനുഷ്ഠിച്ച് നടക്കുന്നവരാണ്. പരിശുദ്ധനായ ദൈവം മുമ്പിൽ അവർ കോപത്തിന്റെ മക്കളാണ്, ചിൽഡ്രൻ ഓഫ് റാത്ത്. ഇനി 2, ക്രിസ്തുവിലായിരിക്കുന്നവരുടെ മഹത്വകരമായ അവസ്ഥ. അതാണ് 5-6 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളെ തന്നെയല്ല ക്രിസ്തേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാരെന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവദേശത്തിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. എന്താണ് പൗലോസോട് പറയുന്നത്? പെട്ടെന്ന് പറഞ്ഞു പോകാം. പൗലോസിനെ കുറിച്ചുള്ള മറ്റൊരു എതിർപ്പ് എന്ന് പറഞ്ഞാൽ, പൗലോസ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് പൗലോസിനെ തന്നെ ഉയർത്തുകയാണെന്നുള്ളതാണ്. അങ്ങനെ ഒരു അക്യൂസേഷൻ എപ്പോഴും ഉള്ളതാണ്. അവൻ പുസ്തകം വായിച്ചിട്ട് പറയുന്ന, അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ കമൻട്രി വായിക്കുക. അവന് ബൈബിൾ കോളേജിൽ പഠിച്ചെൻ്റെ. പൗലോസിനെതിരെ അങ്ങനെ ഉണ്ടായിരുന്നു. പൗലോസ് പറയുന്നത്, ഞങ്ങളെ അല്ല ഉയർത്തുന്നത്, ഞങ്ങൾ ഉയർത്തുന്ന ഒരുവനെ മാത്രമാണ്, യേശുവിനെ കർത്താവെന്ന് ഞങ്ങൾ ഉയർത്തും. ക്രിസ്തുവിലായവരുടെ മനോഭാവം അത് കാണിക്കുന്നേ. They lift no one. They lift up Christ. എങ്ങനെയാണെന്നറിയാമോ? ലോർഡ്, കർത്താവ്. ആ നിലയിലല്ല ഉയർത്തും. നമ്മുടെ ജീവിതത്തിൻ്റെ സ്ഥിതി ഒന്ന് ഓർത്ത് വയ്ക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം നയിക്കുന്നത് ആരാ? മാത്രമല്ല ഇവിടെ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിനെ കർത്താവ് എന്ന നിലയിൽ ഞങ്ങൾ ഉയർത്തുക വഴി ക്രിസ്തു നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാർ. എങ്ങനെയാ? മാനുഷികമായ രീതിയിലല്ല, ക്രിസ്തു നിമിത്തം. ഒരു ദൈവദാസന്റെ സത്യസുവിശേഷകന്റെ മനോഭാവം ക്രിസ്തുവിൻ്റെ മനോഭാവം. ഏതാ ക്രിസ്തുവിൻ്റെ മനോഭാവം? ഫിലിപ്പിലേന 2:6-7. അവൻ ദാസരൂപം എടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ദാസരൂപം, സെർവന്റ്ഹുഡ് ആറ്റിറ്റ്യൂഡ്. ഞാൻ ഈ ആവശ്യമില്ലാത്ത യൂട്യൂബ് പിക്ചേഴ്സ് കാണാറില്ല. പക്ഷേ നാട്ടിൽ നടന്ന ഒരു കൺവെൻഷൻ എന്ന് പറഞ്ഞൊരു സംഭവം, അവിടെ പ്രസംഗനായ ഒരാൾ വന്നിറങ്ങിയത് കുതിരപ്പുറത്താണ്. കുതിരപ്പുറത്ത് വന്നിറങ്ങുക.
പൗലോസ് പറയുന്നത് ഞങ്ങൾ ദാസന്മാരാ. കുതിരപ്പുറത്ത് വന്നിറങ്ങിയപ്പോൾ അയാളുടെ കുട പിടിക്കാൻ ഒരാൾ, അയാളുടെ വടി പിടിക്കാൻ ഒരാൾ, ബൈബിൾ പിടിക്കാനുള്ള ആൾ, അയാളെ ആനയിച്ച്, ഇതെന്തു മനുഷ്യനാണോ ദൈവമാണെന്ന് വന്നിറങ്ങി? പൗലോസ് പറയുന്നത് കേട്ടോ, ഞങ്ങൾ ക്രിസ്തു നിമിത്തം നിങ്ങളുടെ ദാസന്മാരാ. പ്രിപ്പയർ ചെയ്തിരിക്കുന്ന മെസ്സേജ് ഉണ്ട് ഇവിടെ, പരിശുദ്ധാത്മാവ്. അത് നിങ്ങൾക്ക് വിളമ്പിത്തരിക ഞങ്ങൾ ചെയ്യുന്നു. അല്ല, ഒരു അധികാരം ഇവിടെ കാണിക്കുന്നില്ല. ഉള്ളത് ബോൾനെസ്സോടെ പറയും. കാരണം എനിക്ക് കണക്ക് കൊടുക്കണം. കണക്ക് കൊടുക്കുന്ന നാളിൽ എൻ്റെ കൈ ബലപ്പെട്ടിരിക്കാനാണ് ഉള്ളതുപോലെ ദൈവദാസന്മാർ പറയുന്നത്. വി ആർ നോട്ട് ലോഡിങ് ഓവർ യു. ഞങ്ങൾ നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുന്നില്ല. ഈ വചനം ഉള്ളതുപോലെ നിങ്ങൾക്ക് വിളമ്പി തരിക. പ്രിപ്പയർഡ് ആയിട്ടുള്ള ഈ ഫുഡ് ഉണ്ടല്ലോ, ഈ മെയിൻ കോഴ്സ് ഉണ്ടല്ലോ, ഇത് മെസ്സപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് വിളമ്പി തരിക. വി ആർ യുവർ സർവൻസ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നിങ്ങളുടെ ദാസന്മാർ. ഞങ്ങൾക്ക് കർത്താവിനോടുള്ള മനോഭാവമോ, യു ആർ ലോർഡ്, നീയാണ് ഉയർത്തപ്പെടേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവിന്റെ ദാസൻ പറയുന്നത്, ക്രിസ്തുവിനെ ഉയർത്താത്ത പ്രസംഗം അല്ല. ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്താത്ത പ്രസംഗമല്ല. ഹല്ലേലൂയ. For Jesus' sake, we are just your bond servants. പ്രിയമുള്ളവരെ, ഇന്ന് ജനത്തെ കംഫർട്ട് സോണിൽ ഇരുത്താൻ വേണ്ടി പലരും വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി സംസാരിക്കുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു, there is only one Lord in the church. ദൈവസഭയിൽ ഒരു കർത്താവേ ഉള്ളൂ. അത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിക്കപ്പെട്ട ദൈവപുത്രനായ ക്രിസ്തു മാത്രം. ഏകദേശം 55 വർഷം ശുശ്രൂഷയായിരുന്നു ദൈവദാസനോട്. ഇൻ്റർവ്യൂവിന് ചോദിച്ചു, വാട്ട് ഈസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ചർച്ച്? 55 വർഷം ഒരു ചർച്ചിലൊക്കെ ഇരുന്ന. വാട്ട് അതോറിറ്റി ഡു യു ഹാവ് to your church? And he said, I don't have any authority over them. Personal authority ഒന്നും എനിക്ക് അവരോട് മേലില്ല. ദൈവവചനം പറഞ്ഞിരിക്കുന്ന അതോറിറ്റി മാത്രമേ ഉള്ളൂ. ആ അതോറിറ്റിയിലാണ് നിങ്ങളോട് ദൈവദാസന്മാർ ശുശ്രൂഷിക്കുന്നത്. ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ക്രിസ്തുവിനെ ഉയർത്താൻ മാത്രമേ കഴിയുള്ളൂ. Those who are in Christ, they glorify him. അവനെ ഉയർത്തും. 6-ാം വാക്യത്തിൽ ക്രിസ്തുവിലായിരിക്കുന്നവരുടെ അടുത്ത പ്രത്യേകത, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ക്രിസ്തുവിലൂടെ ഹൃദയങ്ങളിൽ ലഭിക്കും. എന്ന് പറഞ്ഞാൽ ക്രിസ്തു ദൈവമാണെന്നുള്ള ബോധ്യം ലഭിക്കും. ഇതാ സുവിശേഷത്തിൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ്. ക്രൈസ്റ്റ് ഈസ് ഗോഡ്. ക്രൈസ്റ്റ് ഈസ് ഗോഡ്. പല ദൈവങ്ങളിൽ ഒന്നല്ല, ഹി ഈസ് ദി ഗോഡ്. അവൻ മാത്രമാണ് ദൈവം. അവൻ മാത്രമാണ് രക്ഷകൻ. അവൻ മാത്രമാണ് മധ്യസ്ഥൻ. അവൻ മാത്രമാണ് ഏക മഹാപുരോഹിതൻ. അവൻ മാത്രമാണ് നല്ല ഇടയൻ. That's the message of the gospel. Hallelujah. To be saved, one must understand the glory of God shown in Christ Jesus. ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ പ്രകാശം, അവൻ്റെ മുഖത്തുള്ള പ്രകാശം, ദൈവമെന്ന പരിജ്ഞാനം നമുക്ക് ലഭിച്ചോ? അതാണ് സുവിശേഷത്തിലൂടെ ലഭിക്കുന്ന മെസ്സേജ്. മൂന്നാമത്തെ കാര്യം, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. മൂന്നാമത്തെ കാര്യം, the transformation power of the gospel. പ്രിയമുള്ളവരെ, എന്താ സുവിശേഷം? What is gospel? ഞാൻ എന്തല്ലെന്ന് പറയാം. God loves you and he has a big plan for you. ഇത് സുവിശേഷമല്ല. That is the essence of gospel. Christ is the gospel. Christ is the gospel എന്ന് പറയുമ്പോൾ who is Christ? അതതിനകത്ത് വരും. വാട്ട് ഹി ഹാസ് ഡൺ, അവൻ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എന്തിനാ ചെയ്യേണ്ടി വന്നെന്ന് പറയണ്ടേ? അവൻ്റെ വാഗ്ദത്ത പ്രകാരം അവൻ ആത്മാവിനെ അയച്ചു തന്നത്. അവനിപ്പോൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്? ഈ മെസ്സേജ് ആ ഗോസ്പലിനകത്തുള്ളത്. അല്ല, ഡോണ്ട് ടെൽ ദം ഗോഡ് ലവ്സ് യു ആൻഡ് ഹി ഹാസ് എ ബിഗ് പ്ലാൻ ഫോർ യു. ഡോണ്ട് ടെൽ ദം. അങ്ങനെ ദൈവവചനം പറയുന്നില്ല. ദൈവവചനം ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ ദുഷ്ടന്മാരുടെ മേലും പാപികളുടെ മേലും ഒരുപോലെ തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുന്നു. ദാറ്റ്സ് ഗോഡ്സ് ലവ് ഓഫ് ബെനവലൻസ്. ദൈവം തൻ്റെ കരുണയിൽ കാണിക്കുന്നതാണ്. അത് ആരോടും ദൈവം കാണിക്കുന്നുണ്ട്. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ദേ ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്. അങ്ങനെയാണ് വീരപ്പനും ദൈവമകനാണെന്ന് പറയേണ്ടി വരും.
സദാം ഹുസൈൻ ദൈവമകനാണെന്ന് പറയേണ്ടി വരും. അനേകരെ വെടിവെച്ച് കൊന്നവനെ, യഹൂദന്മാരെ കശാപ്പ് ചെയ്ത ഹിറ്റ്ലർ ദൈവവേദലാണെന്ന് പറയേണ്ടി വരും. നോ, those who are in Christ, they are called the children of God. അതൊരു പദവിയാണ്. ആദാം ദൈവത്തിൻ്റെ മകൻ, പാപം നിമിത്തം അത് എന്ത് ചെയ്തു? പുള്ളി കളഞ്ഞു വിളിച്ചു. അപ്പോൾ പിന്നെ ഇസ്രയേലിനെ തിരഞ്ഞെടുത്തു. ആ വിശ്വാസം നിമിത്തം അത് കളഞ്ഞു വിളിച്ചു. പിന്നെ മകൻ എന്ന പദവിയിലാണ് എൻ്റെ കർത്താവ് വന്നേ. ഇറ്റ്സ് എ ടൈറ്റിൽ. എന്തിനാണെന്നറിയാമോ? എനിക്കും ആ പദവി തരാൻ. അതാ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്, മക്കളല്ലാത്തവരെ ഞാൻ മക്കൾ എന്ന് വിളിക്കും. അപ്പൊ മക്കളല്ലാത്തവരുണ്ടല്ലോ. എനിക്ക് പ്രിയ അല്ലാത്തവളെ എൻ്റെ പ്രിയ എന്ന് ഞാൻ വിളിക്കും. കല്ലിൽ ഞാൻ എൻ്റെ നിയമം കൊത്തിയെങ്കിൽ ഇനി ഞാൻ കല്ലിൽ കൊത്തിയല്ല കൊടുക്കുന്നത്, അവരുടെ ഹൃദയങ്ങളിൽ ഞാൻ എൻ്റെ നിയമങ്ങളെ എഴുതും. എൻ്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കും. ഒരു സന്തോഷവും നമുക്ക്, കാരണം ഇതെല്ലാം പ്രാപിച്ചെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഒരു സന്തോഷവും ഇല്ല. ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ഉള്ളിൽ പകർന്നിരിക്കുന്ന ആത്മാവ്, ഉള്ളിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ പ്രമാണം, ഉള്ളിൽ പകർന്നിരിക്കുന്ന നിത്യജീവൻ. How did it happen? എങ്ങനെയാണ് ഇത് നടന്നത്? Because of the transformation power of the gospel. സുവിശേഷത്തിന്റെ ശക്തി മൂലമാണ് അത് നടന്നത്. ഞാൻ ഈ പറയുന്ന വേർപെട്ട ഗ്രൂപ്പിനകത്ത് ജനിച്ചവനാണ്, പക്ഷെ ഞാൻ രക്ഷിക്കപ്പെട്ടവരല്ലാത്ത. നിങ്ങളിൽ പലരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാ. നിങ്ങൾക്കറിയാം എന്തുമാത്രം പ്രയാസമായിരുന്നു. Only the power of the gospel has saved you, not because of your works. അത് നമ്മൾ മനസ്സിലാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തണം. എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നൊരു പാട്ടുണ്ട്, മോൻസേനത് പാടും. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ്റെ ദൈവമേ ഞാൻ ചെന്നേനെ വൻ നരകമതിൽ. ഹല്ലേലൂയ. It's by his grace and grace only I am saved. സുവിശേഷത്തോട് നമുക്ക് ലഭിച്ച എന്താ പ്രിയമുള്ളവരെ? റോമലേഖനം 1:14 ദൈവശക്തിയാണെന്ന്. ആ ദൈവശക്തിയാണ്. അതാ 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എങ്കിലും ഈ അത്യന്ത ശക്തി എന്ന് പറഞ്ഞിരിക്കുന്നത് സുവിശേഷത്തിന്റെ ശക്തിയാ. രൂപാന്തരപ്പെടുന്ന ശക്തി, നിത്യജീവൻ നൽകുന്ന ശക്തി, മരണം നീക്കുന്ന ശക്തി, ശാപം മോചിക്കുന്ന ശക്തി, സ്വതന്ത്രമാക്കുന്ന ശക്തിയാണ് സുവിശേഷത്തിന്റെ ശക്തി. നമ്മൾ വിചാരിക്കും ധനാട്ടിലെല്ലാം ഭയങ്കര സന്തോഷമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ധനാട്ടനായ ഒരു പോപ്പ് ഗായകൻ, അവൻ്റെ കാലിൻ്റെ ഇവിടെ എന്തുവാ പറയുന്നത്? എന്തോലും പറ, കാഫ്. ആ കാഫിൽ അവന് കുരിശ് വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയും, യോ ഒരു ക്രിസ്ത്യാനി കുരിശ് വരയ്ക്കുന്ന. കുരിശ് വരച്ചാണോ ക്രിസ്ത്യാനി? പക്ഷെ അവൻ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ദിസ് പോപ്പ് സ്റ്റാർ ഷെയർസ് ഹി സ്ട്രഗിൾസ് വിത്ത് ഫീലിങ്സ് അൺവർതി. ഇത്രയും കാശുള്ളൊരു മനുഷ്യന് തോന്നുക ഹീ ഈസ് അൺവർതി എന്ന്. എനിക്കും തോന്നുന്നുണ്ട് ഞാൻ അൺവർതിയാണ്. ബിക്കോസ് ഈ പരിശുദ്ധനായവന് മുമ്പ് നിൽക്കുമ്പോൾ ഐ എം സ്റ്റിൽ അൺവർതി. പക്ഷെ ഇവനെല്ലാം ഉണ്ട് കേട്ടോ, ഇവനെല്ലാം ഉണ്ട്. പക്ഷെ അവനും തോന്നുക എംറ്റിനെസ്. അതാ സുവിശേഷത്തിൽ ഇല്ലാത്തവൻ്റെ പ്രത്യേകത. ഹീ ഈസ് എംറ്റി. എന്നാൽ സുവിശേഷത്തിലേക്ക് യഥാർത്ഥത്തിൽ അവന് വന്ന് നോക്കിക്കേ, അവൻ്റെ എംറ്റിനെസ് മാറി. അവൻ്റെ ഹാലോ ആയിരിക്കുന്ന പ്രദേശങ്ങളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ അവൻ നിറയും. അതല്ലേ നമ്മുടെ ഗുണം. ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നാം നിർബന്ധിതരാണ്, നിയന്ത്രിതരാണ്. അതാ ദൈവം പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് മലയാളത്തിൽ പറയുമ്പോൾ the love of God controls me, constrains me എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ. സുവിശേഷം നമുക്ക് നൽകിയത് അക്ഷയതയാണ്. സുവിശേഷം നമുക്ക് നൽകിയത് നിത്യജീവനാണ്. സുവിശേഷം നൽകിയത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. സുവിശേഷം നമുക്ക് നൽകിയത് ശാപത്തിൽ നിന്ന് വിമുക്തിയാണ്. ഇനി ശാപം ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും നിങ്ങളുടെ പുറകെ കൂടിയാൽ അവനാണ് ശപിക്കപ്പെട്ടവൻ. കാരണം സുവിശേഷം നിമിത്തം സ്വാതന്ത്ര്യമാക്കിയ ഒരു ദൈവത്തിനോട് ശാപമുണ്ടെന്ന് പറഞ്ഞു വന്നാൽ അവൻ ശപിക്കപ്പെട്ടവനാ. ദൈവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ജനത്തെ വഞ്ചിക്കുകയും ജനത്തെ വിഭ്രാന്തിയിലാക്കുകയും ചെയ്യുന്ന അവരെ, ഞാനൊരു കാര്യം ചോദിക്കാം, നമുക്കിപ്പോൾ ഭയങ്കര ഉശിരല്ലേ? എന്ത് ഉശിര്? അതായത് ഈ പ്രസിഡന്റ് ട്രംപ് കയറിയിട്ട് പിന്നെ ഈ ബോർഡർ എല്ലാം ക്ലോസ് ചെയ്തല്ലേ? ഓയ്യോ, സത്യമാ. ഒരുത്തനും ഇപ്പം ഇങ്ങോട്ട് വരണ്ട. അപ്പോൾ പോപ്പ് അവിടെ നിന്ന് പറഞ്ഞു, അത് ശരിയല്ല, ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ആണ്. അപ്പോൾ ട്രംപ് തിരിച്ചു ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ആ പട്ടണം ഉണ്ടല്ലോ,
അതിന് ചുറ്റും ഏറ്റവും വലിയ മതിലുള്ളത്. അതങ്ങ് പൊളിക്കാൻ പറഞ്ഞു. ഈ ഓപ്പൺ ബോർഡർ വേണമെന്നവരോട് ചോദിക്കുന്ന ഇതാണ്, നിങ്ങളുടെ വീട്ടിന് കഥവുണ്ടോ? ഉണ്ട്. നിങ്ങളുടെ ബെഡ്റൂമിന് കഥവുണ്ടോ? നിങ്ങളുടെ ഗരാജിന് കഥവുണ്ടോ? ഇതിനെല്ലാം കഥവുണ്ട് അല്ലേ? അപ്പോൾ രാജ്യത്തിന് കഥവുണ്ട്, വീടുകൾക്ക് കഥവുണ്ട്, ബിസിനസ്സുകൾക്ക് കഥവാകാം, സഭയ്ക്ക് മാത്രം കഥവ് വേണ്ട. ഇഷ്ടമുള്ളതിലും വന്ന് എന്തും പറഞ്ഞിട്ട് പൊക്കോട്ടുന്നോ? നോ നോ. ഇത് ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ട കൂട്ടമാസയോ. അതും ഇതും പറഞ്ഞ് ജനത്തെ വിഭ്രാന്തിയിലാക്കുന്നവരെ അതിന് വെളിയില, അതിന് വെളിയില. They are not allowed here. സഭ കെട്ടിയടക്കപ്പെട്ട തോട്ടമാണ്. രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ടവരാ, ക്രിസ്തുവിൻ്റെ കൈകളിലിരിക്കുന്നവരാ. അവരെ ഭയപ്പെടുത്തുവാൻ, ഭ്രമിപ്പിക്കുവാൻ ഇനി ഒരു ശാപവും ഇല്ല കേട്ടോ. ക്രിസ്തുവിലാണെങ്കിൽ ശാപമില്ല. ക്രിസ്തുവിലാണെങ്കിൽ നിങ്ങൾ സ്വതന്ത്രരാണ്. ക്രിസ്തുവിലാണെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവന്റെ ഉറപ്പുണ്ട്. ഇവിടെ പറയുന്നത് എന്താ അറിയാവോ? ഞാൻ ഇതോടെ പറഞ്ഞ് നിർത്താം, കാരണം സമയമില്ല. ജയ്സനാണെന്ന് എൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. ഈ ശക്തി, രൂപാന്തരപ്പെടുത്തുന്ന ഈ ശക്തി എവിടെ പകർന്നിരിക്കുന്നത് അറിയാമോ? മൺപാത്രം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ മൺപാത്രം എന്ന് പറഞ്ഞാൽ ബേക്ക്ഡ് ക്ലേ എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈനംദിന കാര്യത്തിന് വേണ്ടി പ്രാചീന കാലത്ത് ഉപയോഗിക്കുന്ന വെറും മൺപാത്രം, വെറും പാത്രം. പഴയ കാലത്ത് ഇതായിരുന്നു അവരുടെ വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ധനമൊക്കെ സൂക്ഷിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ വീട്ടിലൊക്കെ വോൾട്ട് ഉണ്ടല്ലോ, ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. വോൾട്ട് അന്ന് കലത്തിലാണ് സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. ഏതാ? ഓർണമെന്റ്സ്, മൂല്യമുള്ള വസ്തുക്കളൊക്കെ കലത്തിനകത്താണ് സൂക്ഷിച്ച് വെച്ചിരുന്നത്. അതുപോലെ ഹ്യൂമൻ വേസ്റ്റും കലത്തിനകത്താണ് സൂക്ഷിച്ചത്. ഗാർബേജും കലത്തിനകത്താണ് ഇട്ട് വെച്ചേക്കുന്നത്. അവിടുത്തെ രീതിയാണ്. പൗലോസ് ലേറ്റർ കാര്യമാണ് പറയുന്നത്. ഐ ആം ടു ലോ, ഐ ആം എ ഫ്രെയിൽ ഇൻഡിവിജ്വൽ. എന്തിനെന്നറിയാമോ അങ്ങനെ പറയുന്നേ? ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ മഹത്വത്തെ അത്രയ്ക്കും ഉയർത്തി കാണിക്കുക. ഈ ശക്തി ഈ ബേക്ക്ഡ് ആയിട്ടുള്ള എവരിഡേ മൺപാത്രത്തിലാണ് പകർന്നേക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ മഹത്വം? സുവിശേഷത്തിന്റെ മഹത്വം മനസ്സിലാകുന്നുണ്ടോ? എന്തിനാണെന്ന് അറിയാമോ? എന്തിനാണെന്നറിയാമോ അങ്ങനെ പകർന്നത്? എൻ്റെ ബേക്ക്ഡ് അല്ല, എൻ്റെ ബേക്ക്ഡ് ആയിട്ടുള്ള ക്ലേ ഒന്നുമല്ല, എൻ്റെ സുപ്പീരിയർ ആയിട്ടുള്ള ഗോൾഡൻ ക്ലേ ആണെന്നിരിക്കട്ടെ. അതിൽ പകർന്ന ഞാൻ പറയും ഇത് എന്നിൽ പകർന്നുകൊണ്ടാ അല്ല അങ്ങേര് രൂപാന്തരപ്പെട്ടെന്ന് പറയും. ആയുസ് പര്യന്തം പിന്നെ അങ്ങേര് എൻ്റെ അടിമയുമായിരിക്കും. ഇങ്ങനെ അടിമകളെ കൊണ്ട് നടക്കുന്നവരുണ്ട്. ഞാനാണ് രക്ഷിക്കപ്പെടുത്തിയത്, ഞാനാണ് നിന്നെ ഇത് ചെയ്തതെന്ന് പറഞ്ഞ് അവരുടെ പിന്നാലെ വലിച്ചുകൊണ്ട് പോവുക. നോ, സുവിശേഷത്തിന്റെ ശക്തിയാണ് ഒരുവനെ രക്ഷിച്ചതെങ്കിൽ അതിന് മുഴുവൻ മഹത്വം ദൈവത്തിന് മാത്രമാണ്. അതുകൊണ്ടാണ് ഇത് ഈ ബേക്ക്ഡ് ആയിട്ടുള്ള തകർന്നു പോകുന്ന എവരുടെ യൂസിനുള്ള ഈ ക്ലേ പോട്ടിനകത്ത് ഈ സുവിശേഷത്തിന്റെ ശക്തി പകർന്നിരിക്കുന്നത്. സോ ദാറ്റ് ഗോഡ് അലോൺ വിൽ ഗെറ്റ് ഓൾ ദ ഗ്ലോറി. ദൈവത്തിന് മാത്രം മഹത്വം, ദൈവത്തിന് മാത്രം മഹത്വം. ഇനി മുതൽ സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ ദൈവമേ എൻ്റെ വാക്കുകളല്ല, അങ്ങയുടെ വചനത്തിന് ശക്തിയാണ് അവർക്ക് രൂപാന്തരപ്പെടുത്തുന്നത്. എന്നാൽ ഈ അടിയനിലൂടെ അങ്ങയുടെ ആത്മാവ് അവരോടൊന്ന് സംസാരിക്കണമേ എന്ന പ്രാർത്ഥനയോട് പ്രാർത്ഥിച്ചോ, ദൈവം ആ പ്രാർത്ഥന കേൾക്കുക തന്നെ ചെയ്യും. ഞാനിനി മറ്റൊരു സമയത്ത് അത് പറയാൻ ബാക്കിയുള്ളത്. ദ ട്രാൻസ്ഫോർമേഷൻ പവർ ഓഫ് ദ ഗോസ്പൽ ഫ്രെയിലായിട്ടുള്ള ഈ പോർട്ടൽ നൽകിയത് ദൈവത്തിന് മഹത്വത്തിന് വേണ്ടിയാണ്. അടുത്തത് ദ ട്രിബുലേഷൻ ഇൻ ദ ഗോസ്പൽ. കഷ്ടതയുണ്ട്. പൗലോസ് എന്താ പറഞ്ഞറിയോ? ഞാൻ ദിനം പ്രതി മരണത്തിന് ഏൽപ്പിക്കുന്നത്. സുവിശേഷത്തിന് കഷ്ടതയുണ്ട്. ഇല്ല എന്ന് പറയുന്നവർ നിങ്ങളെ വഞ്ചിക്കുക. സുവിശേഷത്തിന് കഷ്ടതയുണ്ട്. യോഹന്നാൻ സുവിശേഷം 16:33 കർത്താവ് പറഞ്ഞു,
നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 15 കർത്താവ് പറഞ്ഞു, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്, നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു. നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്ത് നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കും. മുന്നോട്ട് പോട്ടെ. ഹോപ്പ് ഇൻ ദ ഗോസ്പൽ. സുവിശേഷത്തിൻ്റെ പ്രത്യാശ. എന്താ സുവിശേഷം ഓഫർ ചെയ്യുന്നത്? സുവിശേഷം ഞാൻ ആദ്യം പറഞ്ഞു ഒന്നും ഓഫർ ചെയ്യുന്നില്ല എന്ന്. പക്ഷേ ഒരേ ഒരു ഓഫർ ചെയ്യുന്നുണ്ട് സുവിശേഷം. എന്താണെന്നറിയാമോ? നിത്യജീവൻ. ദ ഹോപ്പ് ഓഫ് ദ ഗോസ്പൽ ഈസ് ഇറ്റേണൽ ലൈഫ്. അതിൻ്റെ മാധുര്യം മനസ്സിലാവുന്നുണ്ടോ? എന്താണെന്ന് അറിയാമോ? നിത്യജീവൻ അത് ഇപ്പോൾ തന്നെ നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലുണ്ട് നിത്യജീവൻ. അതെന്താണെന്നറിയാമോ? നിത്യമായി ദൈവമായിട്ടുള്ള കൂട്ടായ്മ. നിത്യമായി ദൈവമായിട്ടുള്ള കൂട്ടായ്മ. അതിനെ താൻ കമ്പയർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കിക്കേ. ഒന്ന്, മൊമെൻ്ററി, നൊടി നേരത്തേക്കുള്ള ലൈറ്റ് അഫ്ലിക്ഷൻ, ലഘുവായ കഷ്ടം. ലഘുവാണോ കഷ്ടം? ആട്ടിച്ച് ശരിയാക്കി മരിച്ചവനാണെന്ന് പറഞ്ഞ് പട്ടണത്തിന് വെളിയിലിട്ടിട്ട് ചത്തവനാണെന്ന് പറഞ്ഞ് എല്ലാവരും പോയപ്പോൾ പുള്ളി എഴുന്നേറ്റ് പിന്നെ പ്രസംഗിച്ചു. പുള്ളി അതിനെ കാണുന്ന എങ്ങനെയാണെന്നറിയാമോ? ലഘുവായ കഷ്ടം. എങ്ങനെ കാണാൻ പറ്റും? ഇത് മനോവിഭ്രാന്തി പറഞ്ഞാണോ? എങ്ങനെയാ പറഞ്ഞത്? അല്ലല്ലല്ല, നിത്യതയുമായി താരതമ്യം ചെയ്തു. അവിടെ നോക്കിയപ്പോൾ താൻ കണ്ടു അനവധി തേജസ്സിന്റെ നിത്യ ഇറ്റേണൽ വെയിറ്റ് ഓഫ് ഗ്ലോറി. ഇറ്റേണൽ വെയിറ്റ് ഓഫ് ഗ്ലോറി കണ്ടപ്പോ പറയാ, ഇത് ലഘുവാ, ഇത് ലഘുവാ, ഈ അടി ലഘുവാ, ഈ പീഡനം ലഘുവാ. കണ്ടോ? കമ്പാരിസൺ ചെയ്യുന്നുണ്ടോ? മൊമെന്ററി, ലൈറ്റ് റിഫ്ലക്ഷൻ, തിങ്സ് വിച്ച് ആർ സീൻ. കാണുന്നത് ദീസ് ആർ ടെമ്പറൽ. ഇത് താൽക്കാലികമാ. എന്നാൽ നമ്മൾ കാണേണ്ടത് എന്താണ്? ഇറ്റേണൽ വെയിറ്റ് ഓഫ് ഗ്ലോറി. ആൻഡ് ദെൻ തിങ്സ് വിച്ച് ആർ നോട്ട് സീൻ. കാണാത്ത കാര്യങ്ങൾ, തിങ്സ് വിച്ച് ആർ ഇറ്റേണൽ. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ ആ നിത്യമായതിനു വേണ്ടിയാണ് നമ്മെ വിളിച്ചേക്കുന്നത്. പ്രിയമുള്ളവരെ, താൽക്കാലികമായതിന് പിന്നാലെ പോയി നമ്മുടെ സമയം കളയരുത്. താൽക്കാലികമായതിന് പിന്നാലെ പോയി നമ്മുടെ ലക്ഷ്യം തെറ്റരുത്. We are called for eternal. നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് നമ്മെ വിളിച്ചത്. സുവിശേഷത്തിൽ ആയിരിക്കുന്നവർക്ക് ഒരു ഭാഗ്യമുണ്ട്. ദൈവത്തെ, ക്രിസ്തുവിനെ ദൈവമെന്നവരറിഞ്ഞു. എന്താണ് സുവിശേഷം? അത് ക്രൈസ്റ്റ് കൊടുക്കുന്ന ഇറ്റേണൽ ലൈഫ്. There is tribulation in the gospel. കഷ്ടതയുണ്ട്, എന്നാൽ അതിനെ കവച്ചു വെക്കുന്ന, അതിനപ്പുറത്തേക്ക് പോകുന്ന പ്രത്യാശയാൽ ദൈവം നമ്മുടെ ഉള്ളത്തെ നിറയ്ക്കുന്നു. പറയുകയാണ്, കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. പ്രത്യാശയുടെ ഗാനം പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഭാരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും നേരോടെ ജീവിച്ച് ആറുതൽപ്പെടും ഞാൻ. ആ സമയത്ത് സ്തോത്രം ഒരുപാടും എടുക്കാം. ഭാരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും, ഭാരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും നേരോടെ ജീവിച്ചു ആറുതൽപ്പെടും ഞാൻ. നേരോടെ ജീവിച്ചു ആറുതൽപ്പെടും ഞാൻ. തീരും ദുഃഖം വിലാപം ചേരുന്ന സ്വർഗ്ഗവേഗം. ഹല്ലേലൂയ. ഓ തീരും ദുഃഖം വിലാപം ചേരുന്ന സ്വർഗ്ഗവേഗം. ഹല്ലേലൂയ. കഷ്ടതയാകിൽ നഷ്ടങ്ങൾ വന്നാലും, കഷ്ടതയാകിൽ നഷ്ടങ്ങൾ വന്നാലും, ഇഷ്ടന്മാർ വിട്ടാലും ദുഷ്ടിയ ജീവിക്കും. ഇഷ്ടന്മാർ വിട്ടാലും ദുഷ്ടിയ ജീവിക്കും. തീരും ദുഃഖം വിലാപം ചേരുന്ന സ്വർഗ്ഗവേഗം. ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഓ തീരും ദുഃഖം വിലാപം ചേരുന്ന സ്വർഗ്ഗവേഗം. ബോട്ടിൽ ഞാൻ കയറി പാട്ടോടെ യാത്രയ്ക്കായി, ബോട്ടിൽ ഞാൻ കയറി പാട്ടോടെ യാത്രയ്ക്കായി, ഓട്ടം
ഹല്ലേലൂയ. തീരും എൻ ദുഃഖം വിലാപം, ചേരും ഞാൻ സ്വർഗ്ഗേ വേഗം. ഹല്ലേലൂയ. ഓ തീരും എൻ ദുഃഖം വിലാപം, ചേരും ഞാൻ സ്വർഗ്ഗേ വേഗം. ഹല്ലേലൂയ. ഓ രാജമുടി ചൂടി, രാജാധിരാജനേ, രാജമുടി ചൂടി, രാജാധിരാജനേ, ആലിംഗനം ചെയ്യും നാളിലെന്താനന്ദം, ആലിംഗനം ചെയ്യും നാളിലെന്താനന്ദം. തീരും എൻ ദുഃഖം വിലാപം, ചേരും ഞാൻ സ്വർഗ്ഗേ വേഗം. ഹല്ലേലൂയ. ഓ തീരും എൻ ദുഃഖം വിലാപം, ചേരും ഞാൻ സ്വർഗ്ഗേ വേഗം. ഹല്ലേലൂയ. ഓ തീരും എൻ ദുഃഖം വിലാപം, ചേരും ഞാൻ സ്വർഗ്ഗേ വേഗം. ഒരിക്കൽ കൂടെ. ഓ തീരും എൻ ദുഃഖം വിലാപം, ചേരും ഞാൻ സ്വർഗ്ഗേ വേഗം. ഹല്ലേലൂയ. We praise you, Lord. ലഭിച്ച ജീവനുള്ള പ്രത്യാശയ്ക്കായി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ജീവനുള്ള പ്രത്യാശ നമ്മുടെ ഉള്ളിൽ നൽകി തന്നത് ഓർത്ത് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. Praise the Lord, praise the Lord. ചേരും ഞാൻ സ്വർഗ്ഗേ വേഗം. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. അതാണ് നമ്മുടെ പ്രത്യാശ. അതിലേക്കാണ് നാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. തീരും എന്റെ ദുഃഖവും എന്റെ വിലാപവും, ഞാൻ വേഗം, ഞാൻ വേഗം, ഞാൻ വേഗം സ്വർഗ്ഗേ, ആ സ്വർഗ്ഗേ ഞാൻ ചേരും. That is the hope we have. Oh, in this world we have tribulation, but I have a Savior.